ശ്രദ്ധിക്കുക, 1-ാം അധ്യായത്തിൽ ചർച്ചിനകത്ത് ഡിവിഷൻ ഇൻ ദ ചർച്ച് എന്ന, സഭയ്ക്കകത്ത് ഡിവിഷനും സ്റ്റേറ്റും കളിക്കരുത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, വിളിച്ചത് വിനയായല്ലോ എന്ന്. സഭയ്ക്കകത്തെന്നല്ല, കുടുംബത്തിനകത്തും പാടില്ല. അമ്മയും മോനും ഒരു കെട്ട്, അപ്പനും മോളും ഒരു കെട്ട്. അമ്മ മോനോട് പറയും, നീ ബാങ്കിൽ പോയി പൈസ എല്ലാം എടുത്തോണ്ട്. അവൻ പറയും, പപ്പ അയാൾ അവിടെ എങ്ങാനും ഇരുന്നുള്ളൂ, നിന്നോട് പറയുന്ന കാര്യം. എല്ലായിടത്തും അല്ലെങ്കിൽ ചില വീടുകളിൽ പിള്ളേർ ഇച്ചിരി പ്രായമായ ആൺപിള്ളേർ ഇച്ചിരി ആയി കഴിഞ്ഞാൽ അമ്മയും മോനും ഒരു കെട്ട. പിന്നെ അങ്ങ് ട്രെയിൻ പോകുന്നത് പോലെ. ചിലയിടത്ത് അപ്പനും മോളും ഒരു കെട്ട. മോൾ എന്ത് തെറ്റ് ചെയ്താലും അതിന് അപ്പനല്ല, അതിനെ പെയിന്റ് അടിയ. ഇത് പാടില്ല. അത് വീടാണെങ്കിലും സഭയാണെങ്കിലും ഇതിനകത്ത് ഡിവിഷൻ ഉണ്ടാകരുത്. അമ്മയുടെ കുറ്റം മക്കള് പറയുമ്പോൾ അപ്പൻ അത് കേട്ട് രസിക്കരുത്. അമ്മ എങ്ങനെ, അല്ലെങ്കിൽ തള്ള എങ്ങനെ, ഈ മമ്മി ഇങ്ങനെ, നിനക്ക് ഇപ്പോഴേലും പിടി കിട്ടിയല്ലോ, ഇവിടെയും കൊണ്ട് ഞാൻ 30 കൊല്ലമായിട്ട് നടക്കുക എന്നല്ല പറയേണ്ടത്. അപ്പനാണെങ്കിൽ വേണ്ട നിർത്ത്, ഞാനിപ്പോൾ ഉണ്ട്, നിന്നെ ഏൽപ്പിക്കുന്ന കാലത്ത് മതി പറഞ്ഞാൽ നേരെ സ്റ്റോപ്പ് ചെയ്യണം. തിരിച്ച് അമ്മയും അപ്പന്റെ കുറ്റം പിള്ളേര് വന്ന് പറയുമ്പം, നിനക്ക് ഇപ്പം പിടി കിട്ടിയല്ലോ, നിന്റെ തന്ത ആരാന്ന്, കഴിഞ്ഞ 28 കൊല്ലം ചുമ്മാ എന്ന് പാട്ടി മോങ്ങും പോലെ. ഇത് പാടില്ല. അത് പാടില്ല. അപ്പന്റെ കുറ്റം പിള്ളേര് വന്ന് പറയുമ്പോൾ അമ്മ പറയാടാ നിർത്ത, ഞാൻ ഒരു ചെറിയ അനുഭവം പറയാം. മിക്കയിടത്തും പറഞ്ഞിട്ടുള്ളതാ അനുഭവമല്ലേ. ഒരിക്കൽ എൻ്റെ പിതാവിൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്തോ ഒരു കാര്യം ഞാൻ ഇഷ്ടക്കേടായിട്ട് പറഞ്ഞു. അച്ഛൻ അല്ലെങ്കിൽ ഇങ്ങനെ അന്ന് പറഞ്ഞു തീർന്നില്ല. പറഞ്ഞു വരിക ഒറ്റയടി എൻ്റെ ചെവിക്കലിന് എൻ്റെ അമ്മ അതളെ അടിക്കും, നീളക്കുറവാന്നില്ല എത്തി അടിക്കും. ഞാനൊരു വീടിൻ്റെ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞ. അച്ചാച്ചനല്ലെങ്കിലും പറഞ്ഞു തീരുന്നതിന് മുന്നേ ഒറ്റയടി, നക്ഷത്ര വെണ്ണി. അപ്പം അടുത്ത അടി വരുമെന്ന് എനിക്കറിയാം. ഞാൻ ഒഴിഞ്ഞു മാറി. എന്നിട്ട് അമ്മ വീശിയപ്പോൾ കൊണ്ടില്ല. അപ്പം അമ്മ പറഞ്ഞ ഒരു ഡയലോഗ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ കൊക്കിന് ജീവനുള്ള കാലത്തോളം നീ അപ്പനെ പറ്റി എന്തേലും പറഞ്ഞ്, എൻ്റെ അമ്മയുടെ ഭാഷയാണ്, നിൻ്റെ പെടൽ ഞാൻ കൊയ്ത്തരുവാളിന് കണ്ടിക്കുമെന്ന്. കുട്ടനാട്ടുകാരെ അമ്മ കൊയ്യാനൊക്കെ പോകുന്നതാണ്. നല്ല മൂർച്ചയുള്ള അരുവ, മാമ്പഴക്കരി കൊല്ലൻ്റെ അരുവായിരിപ്പുണ്ട് വീട്ടിൽ. അല്ല, തള്ള കണ്ടിക്കുകയും ചെയ്യും, അതിനൊരു തർക്കവുമില്ല. ചുമ്മാ കണ്ടിക്കുമെന്നൊന്നും പറയല്ല, കണ്ടിക്കുമെന്ന് പറഞ്ഞാൽ അന്നേരം കണ്ടിക്കും. അമ്മ പറഞ്ഞത് ഇപ്പോഴും അമ്മ മരിച്ചിട്ട് എത്രയോ കൊല്ലമായി, ഇപ്പോഴും മറന്നിട്ടില്ല. ഇങ്ങനെ അമ്മയുടെ ഭാഷയാണ്. എൻ്റെ കൊക്കിന് ജീവനുള്ള കാലത്തോളം അപ്പനെ പറ്റി എന്തേലും പറഞ്ഞാൽ എൻ്റെ പെടൽ ഞാൻ കൊയ്ത്തരുവാളിന് കണ്ടിക്കുമെന്ന്. ഇന്ന് വരെ ഞാൻ പിന്നൊന്നും പറഞ്ഞിട്ടില്ല. ഗുണമോ ദോഷമോ ശരിയോ തെറ്റോ. എന്നെ എല്ലാവരും മയക്കുവടി കൊണ്ടതുപോലെ ഇരിക്കുന്നത്. എന്നെ സങ്കടപ്പെട്ടിരിക്കുന്നു. ഉള്ള കാര്യമായി പറയുന്നു. അപ്പനെ അമ്മയെ നിന്ദിക്കരുത്. ചിലപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും, സൗന്ദര്യവും കുറവായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഈ ചുമ്മാ മറുഭാഷ പറഞ്ഞിട്ടോ മേപ്പോട്ടിങ്ങ് പൊട്ടി ചാടിയിട്ടോ കിടന്ന 6 രൂപ വെച്ചിട്ടൊന്നും വലിയ കഥയില്ല. ചിലപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കുറവാണ്, ചിലപ്പോൾ സൗന്ദര്യവും കുറവായിരിക്കും. അല്ല, അവരുടെ സൗന്ദര്യം പോയത് നമ്മൾ മുഖാന്തരമല്ലേ? അല്ലേ? നമ്മളെ വളർത്താൻ വേണ്ടി അവരുടെ സൗന്ദര്യം പോയത്. നമ്മളിപ്പോൾ പാൻറ്റുമൊക്കെ ടീൻ ചെയ്ത് ഇങ്ങനെ തവളയ്ക്ക് ബെൽറ്റ് ഇട്ടതുപോലൊക്കെ നടക്കുക ആയിക്കോട്ടെ.
നമ്മൾ ഈ പരുവത്തിലെത്തിയത് അവരുടെ സൗന്ദര്യം കളഞ്ഞ, അവരുടെ ആരോഗ്യം പോയി. സൗന്ദര്യം എന്തിനാ? എന്നെ നിങ്ങളെ വളർത്താൻ. അങ്ങനെ നമ്മൾ ചില കാശും പുത്തനും ചുറ്റുപാടും വിദ്യാഭ്യാസവും ഒക്കെ കിട്ടുമ്പം അപ്പനെ അമ്മയെ നിന്ദിക്കരുതെന്നായി പറഞ്ഞ് ആർക്കും വലിയ സന്തോഷമില്ല. അതാ ഈ നല്ല കാര്യം പറയുന്ന ഒരെണ്ണത്തിന് ഇഷ്ടമല്ല. എന്തൊരോത്തിരി ഞാനിങ്ങനെ വിറയ്ക്കുകയായിരുന്നു, അവിടെ നിന്ന് ഇങ്ങനെ തേനീച്ച ഇളകും പോലിരുന്ന് ഇളകിയാലും. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ ക്രൂസൈഡ് നടത്തണമെന്നല്ല, സായിപ്പിനെ ഇറക്കി പുതുപ്പള്ളി ഇളക്കണമെന്നല്ല. ബാക്കി നിങ്ങൾ പറയാം എന്തോ ചെയ്യണമെന്നാ. അങ്ങനെ പുസ്തകം വേറെ പുസ്തകത്തിൽ അങ്ങനെ ഇന്നാൾ പറഞ്ഞപ്പോൾ ഒരുത്ത് പറഞ്ഞു അത് വേറെ പുസ്തകത്തിലല്ലേ എന്ന്. ഡാ അവിടെ അങ്ങനെ അടങ്ങിയിരി. എനിക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളി നീ പ്രാണസങ്കടം അത് ഞങ്ങളുടെ അവിടെ ആണെങ്കിലും എവിടെ ആണെങ്കിലും യോഗം നടക്കുമ്പോൾ അത് ചിട്ടയോടെ പോകണം. ഇതിലെ ഞാൻ പറയും. അപ്പൊ ശ്രദ്ധിക്കുക, മാതാപിതാക്കളെ നിന്ദിക്കരുത്, അവരെ ദൂഷിക്കരുത്, അവരെ പരിഹസിക്കുകയും അരുത്. ഉള്ള സാഹചര്യത്തിൽ അവരെ നന്നായി ശുശ്രൂഷിക്കണം. ദൈവത്തിന് മഹത്വം. ആട്ടെ, ആ ഭാഗം അങ്ങ് വിടുക. അപ്പോൾ സഭയ്ക്കകത്ത് പക്ഷം ഡിവിഷൻ തിരിക്കുക. ഡിവിഷൻ. ഒന്നുകൂടെ വാക്യം വായിച്ചാട്ടെ സഹോദരി. ആരാ വായിക്കുന്നത്? എവിടെ ഇരുന്ന് വായിക്കും? ഇവിടെ വായിച്ചേ മോളെ. പേരെന്തുവാ? കെസിയ. നല്ല പേരാ. വായിച്ചേ. യോബിന്റെ മോടെ പേരാ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ വശക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ ഇടയിലെ പക്ഷം പിടിപ്പിക്കുന്നു. അത് പാടില്ല. വീടാണെങ്കിലും സഭയാണെങ്കിലും അതിനകത്ത് ഗ്രൂപ്പ് പാടില്ല. അങ്ങനെ ഗ്രൂപ്പ് കളിച്ചാൽ അത് ഗുണമാകത്തില്ല. ഏത് മേഖലയും നിങ്ങൾ എടുത്തു. ഇപ്പോഴാണ് പാർട്ടിയൊക്കെ നിങ്ങൾ മുഴുവൻ ഗ്രൂപ്പിസം അല്ലേ, എല്ലാം ഗ്രൂപ്പാ. ശരിയാകുന്നുണ്ടോ? ഇവിടെ നിന്നെടുത്ത് അങ്ങോട്ട് ചാടുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുന്നു, ചാടാൻ ഒരുങ്ങി നിൽക്കുന്നു, ഉടനെ വന്നിക്കൊന്ന് ചാടുമോ? അതിപ്പോൾ പറയാറായിട്ടില്ല. നമ്മൾ ഈ ലോകത്തിലല്ലേ. ശരിയാകുന്നുണ്ടോ? അല്ല, അത് വേദപുസ്തകം അങ്ങനെ. നമ്മൾ ഇവരെ ആരെയും കുറ്റം പറയേണ്ട. പുസ്തകത്തിലെ വാക്യം ഇരുമ്പും കളിമണ്ണുമാ. ഇത് യോജിക്കത്തില്ല. ഇരുമ്പും കളിമണ്ണുമാ, യോജിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുണ്ട്. ആ ഇരുമ്പും കളിമണ്ണുകളുള്ള ഭാരതത്തിന്റെ സമയത്താണ് കൈതൊടാതൊരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തിന്റെ ഉന്നതമായ ഗിരിക്കുമേൽ നിന്ന് വന്നിട്ടും കല്ലുപാതാന്തികെ ചെന്നു. ഉന്നതമായ ഗിരിക്കുമേൽ നിന്ന് വന്നിട്ടും കല്ലുപാതാന്തികെ ചെന്നു. ചൂർണീകരിക്കും രാജ്യങ്ങളന്ന് വന്ന കല്ലു വന്മലയ്ക്കു തുല്യമായി നിറഞ്ഞു വാഴും. അഞ്ചാം രാജിതം ഉണ്ടാമേ പരമഞ്ചാം രാജിതം ഉണ്ടാമേ പരം അഞ്ചാം രാജിതം ഉണ്ടാമേ. കുഞ്ചിണ്ടാന്തം കേൾക്കിൽ നിന്ന് നെഞ്ചിൽ ആനന്ദം വളർത്തും. ഹാർമോണിയല്ലേ? കുഞ്ചിണ്ടാന്തം കേൾക്കിൽ നിന്ന് നെഞ്ചിൽ ആനന്ദം വളർത്തും. കുഞ്ചിണ്ടാന്തം കേൾക്കിൽ നിന്ന് നെഞ്ചിൽ ആനന്ദം വളർത്തും. അഞ്ചാം രാജിതം ഉണ്ടാമേ പരമഞ്ചാം രാജിതം ഉണ്ടാമേ. നിങ്ങളെല്ലാം കൂടെ എന്തോ എടുക്കുക? അപ്പൊ ശ്രദ്ധിക്കുക,
സഭയ്ക്കകത്ത് പക്ഷം പിടിക്കാൻ പാടില്ല. ഇത് ദൈവമക്കളായതുകൊണ്ട് തീർത്ത് പറയാം, അല്ല തീർത്ത് പറയണമല്ലോ ഈ ദിവസങ്ങളിലെ. ഞാൻ തീർത്ത് പറയുന്ന എന്നാലാവും വിധം. സഭയ്ക്കകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ഒരെണ്ണത്തിന് ദൈവം വിടുകയല്ല. സെക്രട്ടറിയും ട്രഷാറും കമ്മിറ്റിയും കൗൺസിലും സെക്രട്ടറിയുടെ ഭാര്യയും ട്രഷാറിൻ്റെ ഭാര്യയും പിന്നെ പാസ്റ്റർ അമ്മാമ്മയുടെ ശില്പന്തി. ചില നേരത്തെ അങ്ങ് പെയ്ത്തോമി ചെല്ലും. എന്ന് വെച്ചാൽ അമ്മാമ്മയ്ക്ക് ഉള്ളി പൊളിച്ച് കൊടുക്കുകയും കടുക് താളിക്കാൻ ആ സമയം കൊണ്ട് കുരുക്കൊപ്പിക്കുന്ന ആൾക്കാരുമുണ്ട്. ഉണ്ടെന്ന് അവിടെ വെച്ച് ആ വിഷയങ്ങളെല്ലാം കൊടുക്കണം. അമ്മാമ്മയ്ക്ക് അറിയാമോ അവൾ ആരാന്ന്? ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായയും കൂടെ തരട്ടെ. നീ ഇങ്ങനെ ചായയെല്ലാം മോന്തി മറ്റുള്ളവൻ്റെ കുറ്റവും കുറവും ചെന്ന് പറഞ്ഞേ. ചില അമ്മാമ്മമാരത് പാസ്റ്റോട് പറയും, അച്ചായൻ അറിയാൻ മേല ലില്ലി ആരാന്നറിയാമോ? ചില അച്ചായന്മാർ വെട്ടിവീട് ഞായറാഴ്ച ലില്ലിക്കിട്ടാ. ഇതെല്ലാം പ്രശ്നമാണ്, പാടില്ല. ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ എൻ്റെ സഹപഠന്മാരോടും ദൈവമക്കളോടും മുമ്പേ കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ സഹധർമ്മിണിയും വന്നിട്ടുണ്ട്. സഭയുടെ ഒരു വിഷയവും ഞങ്ങളുടെ വീട്ടിൽ ചർച്ച ചെയ്യത്തില്ല. പുള്ളിക്കാരിയോടും പറയുകയല്ല, എന്നോടും പറയത്തില്ല. നല്ല പ്രാഗൽഭ്യത്തോടാ പറയാൻ. പറയത്തില്ല. സഭയുടെ യോഗം വരെ അവിടെ സ്റ്റേജിലിരുന്ന് സൂപ്പർസ്റ്റൊക്കെ അറിയാം, പുള്ളിയോട് ഞാൻ പറയത്തില്ല, എൻ്റെ കൂടെയുള്ളയാളാണ്. അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിയോഗം നടത്തി നിന്നവർ അന്നേരം പറയും. എല്ലാവർക്കും യോജിക്കുകയല്ല കേട്ടോ, ആരും യോജിക്കത്തില്ല ഇതിനോട്. നിങ്ങളിപ്പോൾ ചിന്തിക്കും ഒരു പരമവിശുദ്ധം മേളിൽ നിന്ന് ആടി വന്നേക്കുന്നു. അതല്ല വിഷയം, പറയത്തില്ല. വളരെ പ്രാഗൽഭ്യത്തോടെ പറയാം, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല, എന്നോടും പറയത്തില്ല. സ്തോത്രം. ഇതിനകത്ത് പക്ഷം പിടിപ്പിക്കരുത്. സഭയ്ക്കകത്ത് അതെന്നാ, സഭ ദൈവത്തിൻ്റെതാണ്. അല്ല നിന്റെ ഉപ്പാപ്പൻ്റെയും ബേബിച്ചൻ്റെയും തങ്കച്ചൻ്റെയും പാപ്പച്ചൻ്റെയും ഒന്നുമല്ല സഭ. മേരിക്കുട്ടിയുടെ സഭ അത് തപയാ. സഭ കർത്താവിൻ്റെയാ. സഭ അമ്മണിമാമ്മയുടെ സഭയല്ലേ. പിന്നെ അമ്മണി എന്ത് രക്തം ഊറ്റിയത്? അമ്മണി കോഴിയുടെ പടൽ കണ്ടിച്ചായിരിക്കും അങ്ങനെ രക്തം കണ്ടതാ. അല്ലാതെ സഭയ്ക്ക് വേണ്ടി രക്തം ഊറ്റിയത് യേശുവാ. സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. ഇന്നിയല്ലോ സ്വന്ത രക്തം എനിക്കായി ചിന്തിയല്ലോ സ്വന്ത രക്തം എനിക്കായി ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി സ്വന്തമായ എല്ലാറ്റെയും വെടിഞ്ഞ് സ്വന്തമായ എല്ലാറ്റെയും വെടിഞ്ഞ് ബന്ധമില്ലാത്ത ഓർത്ത് ബന്ധമില്ലാത്ത ഓർത്ത് വീണ്ടെടുത്തു എന്നെയും എന്നെയും വീണ്ടെടുത്തു എന്നെയും എന്നെയും ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിട ആശ്ചര്യമേ ആരാൽ വർണ്ണിച്ചിട കൃപയേ 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 ചിന്തിയല്ലോ സ്വന്തം രക്തം എനിക്കായി ചിന്തിയല്ലോ സ്വന്തം രക്തമെനിക്കായി. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അതുകൊണ്ട് തന്നെ ബഹുമാന്യരായവര്, സഭ കർത്താവിന്റെ ആ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. യേശു ഡയറക്റ്റ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണി. അങ്ങനെ ദൈവത്തിന്റെ സഭയെ രക്തം ചിന്തി വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയ്ക്കകത്ത് ഞാനും നിങ്ങളും ഡിവിഷൻ ഉണ്ടാക്കരുത്. ഉണ്ടാക്കുന്ന ഒറ്റ ഒരുത്തിനെയും ദൈവം വിടുകയല്ല. അങ്ങനെ വിട്ട ചരിത്രവും ഇല്ലല്ലോ. സഭയ്ക്കകത്ത് കുഴപ്പിച്ചവനെല്ലാം കുഴഞ്ഞാ പോയേക്കുന്നേ. കർത്താവും ഇടയ്ക്കൊരു കാര്യം പറഞ്ഞു, ഇടർച്ച വരുന്നത് നല്ലതാ, പക്ഷേ ദൈവത്തിന് മഹത്വം, സഭ ദൈവത്തിൻ്റെതാണ്. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണും. ഞാൻ അനുഭവത്തിൽ നിന്നും
വചനത്തിൽ നിന്ന് പറയാം, നമ്മൾ ഇതിൻ്റെ പുറകെ ഒന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. ഞായറാഴ്ച ചെല്ലുക, ദൈവത്തെ ആരാധിക്കുക, എന്തെങ്കിലും കൊടുക്കാൻ ദൈവം തന്നിട്ടുണ്ട്, മനസ്സുണ്ട്, നല്ല മനസ്സോടെ കൊടുക്കുക, വീട്ടിൽ പോകുക. അവിടെ കിടന്ന അഭിപ്രായം പറയാനും തിണ്ണേൽ ഇറങ്ങി വെച്ച് അകത്തോട്ട് കയറാനും പിന്നെ 3-4 തുപ്പ് തുപ്പി വെച്ച് പിന്നെയും ചാടി വരാനും പിന്നെ അവിടെ കിടന്ന് മുരടാനും നിൻ്റെ എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു നടക്ക് നീ പോകുകയല്ല. സഭ ദൈവത്തിൻ്റെതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സഭയ്ക്കകത്ത് ഇങ്ങനെ ഗ്രൂപ്പിസ്, ഒന്നുകൂടെ വാക്യം വായിച്ചാട്ട് മോളെ കസിയ അല്ലേ ആയിരം. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടി. പിന്നെ നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നുപോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? അപ്പൊ ശ്രദ്ധിക്കുക, 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു. 2-3 അധ്യായം ചേർത്ത് പഠിച്ചാൽ പ്രധാനമായിട്ട് 3 വിദ്വാന്മാരെ കാണുക, 3 പേരെ. അത് ആത്മീകനും പ്രാകൃതനും ജഡീകനും. 2-3 സഭയിൽ 3 കക്ഷികളെ കാണുന്നു. 2-14-15 വാക്യം വായിച്ചാട്ടെ. 14-15. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. അടുത്തത് ആത്മീകനോ സകലത്തെയും. അപ്പൊ പ്രാകൃതനും ആത്മീകനും. ഇനി 3-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ അവിടെ ജഡീകനെയും കാണുന്നുണ്ട്. വായിരേ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്നതുപോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കും. അപ്പൊ 2-3 അധ്യായത്തിൽ ആത്മീകനും പ്രാകൃതനും ജഡീകനും. സഭയ്ക്കകത്ത് ഇത് 3 ഉണ്ട്. ഇത് സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. ആത്മീകനുമുണ്ട്, പ്രാകൃതനുമുണ്ട്, ജഡീകനുമുണ്ട്. വിവരിക്കുന്നില്ല, വ്യാഖ്യാനിക്കേണ്ടതാ, അതിന് ഇന്ന് തുനിയുന്നില്ല, വിഷയം അതല്ല. അതുകൊണ്ടാണ്. പക്ഷെ അന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇവരെ എല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ജനറൽ കൺവെൻഷൻ നടത്തുന്നത്. ഡിസ്ട്രിക്ട് കൺവെൻഷൻ അതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉടനെ അവൻ നേരെ കൊമ്പ് ഓർക്കുകയല്ലേ. പിന്നെ ചിലര് സ്തോത്രം അവരങ്ങ് മാറി നിൽക്കും. എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇരിപ്പ് കാണുമ്പോൾ അറിയാമല്ലോ, ആത്മീയരെ കണ്ടാലും അറിയാം. ആട്ടെ, വിഷയം വിട്ടേക്കാം. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചുമ്മാ ഇരുന്ന് ചീർക്കുന്ന ഒന്നുമില്ല, ചുമ്മാ അങ്ങ് ചീർക്കുക. 4:18 വായിച്ചേ മോളെ. എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ ചീർത്തിരിക്കുന്നു. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല, ശക്തി തന്നെ കണ്ടറിയും. ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല, ശക്തി തന്നെ കണ്ടറിയും. ശക്തി തന്നെ. അപ്പം ചുമ്മാ ഇരുന്ന് ചീർക്കുക, ശക്തിയൊന്നുമില്ല, വെറുതെ ഇങ്ങ് വീർക്കുകയായിരുന്നു, ശക്തിയൊന്നുമില്ല. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചില്ല, നമ്മൾ പറയും വലിയ പണ്ഡിതനാ, ഒരു സ്തോത്രം പൊളിച്ച് പറയുകയല്ല. ആരുടെ പണ്ഡിതൻ? പേര് വെക്കാൻ ഡോക്ടർ റവറൻ, അത് കൂടെ പറയുകയും ചെയ്യണം. ഭയങ്കര പാണ്ഡിത്യമാണ്. പക്ഷേ ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ശക്തിയോടെ ദൈവം ഒരു ഹല്ലേലൂയ പറയുന്നു, അതാ പറഞ്ഞേ. ഇവരുടെ ചീർപ്പല്ല, ശക്തി ഒന്ന് അറിയും ഞാൻ വന്നു കഴിയുമ്പം. തിയോളജി എല്ലാം പഠിച്ച് പണ്ടൊരാൾ പറഞ്ഞല്ലോ, പഠിച്ച് പണിക്കരായി. ഭയങ്കര അറിവാണ്. നിങ്ങൾ ചില സ്റ്റേജിലും ചില യോഗത്തിനും സഭായത്തിനും തന്നെ പാണ്ഡിത്യമുള്ള എല്ലാവരും അല്ല, ചിലർ ആ ഇരിപ്പൊക്കെ കാണണം. ഇരിപ്പിങ്ങനെ ഇരിക്കും. നമ്മൾ പറയുമ്പോൾ കർത്താവ് 2-ാം സങ്കീർത്തനത്തിൽ പറവല് ഇതിനെയെല്ലാം കണ്ട് ചിരിക്കുക. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് പറയാം. ഈ വേദപുസ്തകം പഠിക്കും തോറും ഒരു കാര്യം പിടികിട്ടുന്നുണ്ട്, നമുക്കൊന്നും അറിയത്തില്ല. എൻ്റെ അനുഭവമാകട്ടോ. ഇത് പഠിക്കും തോറും കേൾക്കും തോറും ഗ്രഹിക്കും തോറും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. എൻ്റെ ഭാഷ ഒരു ചുക്കും നമുക്കറിയാൻ മേല. 2, ഇത് പഠിക്കും തോറും കർത്താവിനോട് സ്നേഹം കൂടുക.
അതെന്താന്ന് ചോദിച്ചാൽ, ഇതിനൊന്നും നമ്മൾ യോഗ്യരല്ലായിരുന്നല്ലോ, ഇതിനൊന്നും നമ്മൾ അർഹരല്ലായിരുന്നല്ലോ. ഈ സത്യം, ഈ മർമ്മം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നല്ലോ. സ്വർഗസുഖം മണ്ണുവള്ളമും അനുപമമാക്കാൻ, സ്വർഗസുഖം മണ്ണുവള്ളമും പവമാക്കാൻ, യോഗ്യതയില്ലഗതി എനിക്കൽപ്പവുമോർക്കി, യോഗ്യതയില്ലഗതി എനിക്കൽപ്പവുമോർക്കി, ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോകും. ഓ ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോയി. മകാത്ഭുതമേകാൽ വരിയിൽ കാണുന്ന സ്നേഹം, മകാത്ഭുതമേകാൽ വരിയിൽ കാണുന്ന സ്നേഹം, മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം, സർവലോകത്തിൻ ശാപം. കരമുയർത്തി ദൈവത്തെ. അപ്പൊ ഈ ദൈവവചനം ധ്യാനിക്കും തോറും പഠിക്കും തോറും ഒരു കാര്യം മനസ്സിലാകും, നമുക്കൊന്നും അറിയത്തില്ല. 2, കർത്താവിനോട് സ്നേഹം കൂടുക. അതുകൊണ്ട് ചിലരുടെ ധാരണ ഏതാണ്ടെല്ലാം അറിയാമെന്ന. ഇവര് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ചീർക്കുക. കൂടെ കൂടെ ഇവരുടെ അനുയായികൾ പറയും, ഇതുപോലെ പണ്ഡിതനായ ഒരാൾ നമ്മുടെ സഭയിൽ ഇല്ല, ഇതുപോലെ ഒരു ജ്ഞാനി നമ്മുടെ ഇടയിൽ ഇല്ല. ഇത് കേൾക്കുന്നത് അവർക്കും ഒരു പൊടി സുഖമാണ്. അന്നേരം പെരുവരല്ല കയറുന്നത്, എല്ലാവരുമല്ല, ചിലര്. പക്ഷെ ഇത് ഭയങ്കര ചീർത്തിരിക്കുക, ശക്തിയൊന്നുമില്ല. ഒന്നുകൂടെ വായിച്ചേ മോളെ ആ വാക്യം. ഓ യസിയായി, അതെല്ലാം മറന്നു മോളെ. 4:18. എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ ചീർത്തിരിക്കുന്നു. കണ്ടമാനം ചീർത്തിരിക്കുക. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന്, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വേഗത്തിൽ നിങ്ങളുടെ അടുക്കൽ വന്ന്, ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല, ചുമ്മാ വീർപ്പല്ല കാണാൻ പോകുന്നത്, ശക്തി തന്നെ കണ്ടറിയും. അതൊന്ന് കണ്ടറിയണം. ചുമ്മാ ഇങ്ങനെ ആള് കളിച്ചിരിക്കുകയാണ്. ഞാൻ സെക്രട്ടറി, ഖജാൻജി, ട്രഷറർ, കൗൺസിൽ മെമ്പർ, ഓവർസിയർ, സൂപ്രണ്ട്, പിന്നെ ഉണ്ടല്ലോ പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, പിന്നെ ഏതാണ്ടൊക്കെ ഉണ്ട്. എന്തൊക്കെയാണോ അതൊന്നുമല്ല നോക്കുന്നത്, നിനക്ക് ശക്തിയുണ്ടോ? എല്ലാവരും പാട്ട് പാടുമ്പോൾ നീ പാടുന്നുണ്ടോ? എല്ലാവരും കൈ അടിക്കുമ്പോൾ നീ കൈ അടിക്കുന്നുണ്ടോ? എല്ലാവരും ആരാധിക്കുമ്പോൾ നീ ആരാധിക്കുന്നുണ്ടോ? അതോ നീ ഇങ്ങനെ മമ്മി കുറുകാനിരിക്കുമ്പോൾ ഇരിക്കുകയാണോ? നിനക്ക് വചനത്തിൽ അതൊക്കെ നല്ല കാര്യം, നിനക്ക് ശക്തിയുണ്ടോ? അടുത്ത പദം അതുകൊണ്ടാ പൗലോസ് ചേർത്ത് പറഞ്ഞ, വായിച്ച മോളെ. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകുന്നു. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലാ എന്ന് പറഞ്ഞാൽ അവൻ ദൈവശക്തിയിൽ നിറയുന്നവരായിരിക്കണം. ചുമ്മാ കുറെ അറിവുമായിട്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മളെക്കാൾ അറിവുള്ള എത്ര എണ്ണമാണ്? 100 കണക്കിന് ആൾക്കാരാണ്. ഇവിടെ ഞാൻ സഹിതം അമേരിക്കയിൽ പോയി ഭയങ്കര പ്രസംഗമാണെന്ന് പറയുന്ന ബിരുദന്മാരോട് ഞാൻ അങ്ങനെ ഇന്നാളെ പൊളിച്ചു. എവിടെ ചില ഭാഷയൊക്കെ ശുശ്രൂഷയോട് യോജിക്കുന്നതല്ല. ലൈവ് ഇവർ പിന്നെ കുഴപ്പമില്ല, ലൈവുകാർ ചില ലൈവുകാരൊക്കെ ഇടുന്ന കാണുന്ന നമുക്ക് അത് ശരിയല്ല. തകർത്തു, പൊളിച്ചു, പിന്നെന്തുവാ, അതൊന്നും നമുക്ക് പറ്റിയതല്ല. ശുശ്രൂഷ ചെയ്തു, വചന ശുശ്രൂഷ, അതാണ് നല്ലത്. അതിനപ്പുറമുള്ള വിശേഷതയൊന്നും കൊടുക്കരുത്, അത് ദൈവത്തിന് ഇഷ്ടമല്ല. ഇതിനടുത്ത് ശുശ്രൂഷ ചെയ്തു, വചന ശുശ്രൂഷ, അത് മതി. അതിനപ്പുറം ഒന്നും ഒരു വിശേഷതയും കൊടുക്കരുത്. ദൈവത്തിന് മഹത്വം. ഇത് പിന്നെ ഈ ചാനലുകാര് ചിലര്, എല്ലാവരുമല്ല, ചിലര് അവരുടെ ഇത് എല്ലാവരും കാണാനും കേൾക്കാനും ഇത് ഇങ്ങനെയൊക്കെ. പക്ഷേ ഒരു ദിവസം അടി മേടിക്കും. അത് ഞാനും മേടിക്കും, ഞാൻ ചെയ്താൽ ഞാൻ മേടിക്കും, മറ്റൊരാൾ ചെയ്ത് മേടിക്കും എന്നുള്ളത് ഉറപ്പാണ്. ശുശ്രൂഷ അതാ, ഇത് ശുശ്രൂഷയാണ്. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന് ശുശ്രൂഷകന്മാരാക്കി. ആയതല്ല, ദൈവമാക്കിയതാ. എങ്ങനെ ആക്കിയത്? നമ്മൾ വിശ്വസ്തരെന്ന് കണ്ടതുകൊണ്ട്.
ഞാൻ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു. 2-ാം അധ്യായത്തിൽ ആമേൻ സ്തോത്രം അവിടെ കാണുന്നത് ഇങ്ങനെ, ഈ ഉപദേശമൊന്നും ഇവർ കൈക്കൊള്ളുന്നുമില്ല. ഉപദേശവും കൈക്കൊള്ളുന്നില്ല. ഉപദേശമൊന്നും ഇഷ്ടമല്ല. 2:14 വായിച്ച മോളെ. എന്നാൽ ആ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഇപ്പൊ സഭയ്ക്കകത്താണെങ്കിലും ഉപദേശം ഒന്നും ആർക്കും ഇഷ്ടമല്ല. മുഴുവൻ വിടുതല. പക്ഷെ ഉപദേശം ഇഷ്ടമല്ല. ഉപദേശം പറയുന്നവരെ ഇഷ്ടമല്ല. അല്ല, പറയാൻ അറിയാവുന്നവരിട്ട് പറയത്തുമില്ല. കസേര പേടിച്ച് സ്ഥാനം നോക്കി, മാനം നോക്കി, ബന്ധം നോക്കി, ഏതാ ഇതൊക്കെ നോക്കി പറയത്തുമില്ലല്ലോ. അയ്യോ, നമ്മളത് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത കൊല്ലം നമ്മളെ വിളിച്ചില്ലെന്ന് വരും. അല്ലെ, നമ്മളത് പറഞ്ഞാൽ മറ്റേ പുള്ളി 10 രൂപ വല്ലപ്പോഴും തരുന്ന ആ വഴി അങ്ങ് അടയും. അതുകൊണ്ടായി അറിയാൻ മേലാഞ്ഞിട്ടാണോ ഉള്ള. ഞാൻ ചിലരെ പറ്റിയൊക്കെ എനിക്ക് അത്ഭുതമാവും. എന്ത് നന്നായിട്ട് ഉപദേശങ്ങളും വചനങ്ങളും അറിയാം, പക്ഷെ ഇവർ പറയുകയില്ല. എനിക്കാണെ അറിയാത്തതിൻ്റെ സങ്കടമാണ്. എനിക്കിത് കുറച്ചുകൂടെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ സ്തോത്രം, ദൈവത്തിന് മഹത്വം. അപ്പോൾ ശക്തമായിട്ട് ഉപദേശം പറയണം. സഭയ്ക്കകത്ത് ഉപദേശം ആവശ്യമാണ്. പക്ഷെ ഉപദേശം ആരും കൈക്കൊള്ളുന്നില്ല. 2-3 അധ്യായത്തിൽ 3 കക്ഷികൾ, ആത്മീകനും പ്രാകൃതനും ജഡീകനും. 4-ാം അധ്യായത്തിൽ ചുമ്മാ ഇരുന്ന് ചീർക്കുന്നു. 5-ാം അധ്യായത്തിൽ ക്രമം കെട്ട് നടക്കുന്ന ദുർനടപ്പ്, ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. 6-ാം അധ്യായത്തിലോ വ്യവഹാരം. 6:1 വായിച്ച മോള്. എല്ലാം പറയാൻ നേരമില്ല. 6:1 മുതൽ. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുൻപാകെയല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ. നിങ്ങൾ എന്തിനായി പോകുന്നേ? സഭയ്ക്കകത്തൊരു പ്രശ്നമുണ്ടായാൽ രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച നിന്റെ ഇടയിൽ, അല്ല, തിരുമേശി എടുക്കുന്ന നിന്റെ ഇടയിൽ ഒരു പ്രശ്നം വന്നാൽ പഞ്ചായത്ത് മെമ്പറെ കാണാനല്ല പോകുന്നത്, വാർഡ് മെമ്പറിന്റെ പുറകെ അല്ല, പഞ്ചായത്തിലെ സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും എടുക്കലല്ല, MLA എടുക്കലും MP എടുക്കലും അല്ല പോകേണ്ടത്. അവർക്ക് വേറെ ജോലിയുണ്ട്. ചുമ്മാ നീ അങ്ങോട്ട് തള്ളിക്കൊണ്ടിയല്ലാതെ അവർക്ക് എന്തെല്ലാം തിരക്ക് പിടിച്ച ജോലിയുണ്ട്. ഈ മറുഭാഷ പറയുന്നത് മുയപ്പൊട്ടിങ്ങിപ്പൊട്ടും ചേർന്ന് നിന്റെ അടുക്കൽ ഒരു വിഷയമുണ്ടായാൽ ഇതിനകത്തത് പരിഹരിക്കാൻ കഴിവുള്ളവരുണ്ട്. ഇതുമായിട്ട് നീ അങ്ങോട്ട് ചെല്ലരുത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ വക്കീൽ ആരാ? വക്കീൽ കൃഷ്ണപിള്ള. എതിർകക്ഷിയുടേതോ അത് രാഘവൻ നായർ. അങ്ങോട്ട് ചെല്ലുന്നതാരാ? തോമസ് ചാക്കോ. കയ്യിൽ തന്നെ വേദപുസ്തകം. ആക്കിയൊന്നും ഞാനിപ്പോ പറയുന്നില്ല. എടാ, നിനക്കൊരു വ്യവഹാരം ഉണ്ടായാൽ സകലതും പരിഹരിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അങ്ങോട്ട് കൊടുക്കണം, അങ്ങോട്ട് ഏൽപ്പിക്കണം. നിങ്ങളുടെ ഇടയിൽ കഴിവുള്ളവരുണ്ട്. അവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തത് എന്തേലും വന്നാൽ കോടതിയിലോട്ടല്ല, ലോക കോടതിയിലോട്ടല്ല പോകേണ്ടത്. അതിന് വേറെ ആൾക്കാരുണ്ട്, പോകട്ടെ. ദൈവമക്കൾക്കൊരു വിഷയം വന്നാൽ ഒരു കോടതി സ്വർഗത്തിലുണ്ട്. ഉന്നതന് മീതെ ഉന്നതനും അവന് മീതെ അത്യുന്നതൻ ജാഗരിക്കും. അല്ലാതെ അവൻ ഞായറാഴ്ച സഭായോ മുടക്കി ഇടക്കൂട്ടോ നിർത്തിയച്ച് വക്കീലിന്റെ പുറകെ കോടതി വരാതെ പോയി നിരങ്ങരുതെന്നായി പറഞ്ഞത്. ഞങ്ങളുടെ അമ്മ പറയുന്ന ഒരു ഭാഷയുണ്ട്, അത് നല്ലതല്ല, എന്നാലും അങ്ങ് പറയാ, കണ്ടടം നിരങ്ങരുതടാന്ന്. മനസ്സിലായോ? ദൈവമക്കൾക്കൊരു വിഷയം വന്നാൽ മുട്ടയിലിരിക്കണം. സഭയിലൊരു പ്രശ്നം വന്നാൽ സഭ ഒന്നടങ്കം മുട്ടയിലിരിക്കണം. നിന്റെ കുടുംബത്തിനകത്തൊരു പ്രശ്നം വന്നാൽ കുടുംബമായിട്ട് ദൈവസന്നിധിയിലിരിക്കണം. ദേശത്തൊരു വിഷയം വന്നാൽ ദേശത്തുള്ള ദൈവമക്കൾ ഒറ്റക്കെട്ടായിരുന്നു പോരാടി പ്രാർത്ഥിക്കണം. എങ്ങനെ ഒറ്റക്കെട്ടാകാൻ? എല്ലാം പാലക്കാ കൂനമ്പാല വിരിഞ്ഞതുപോലെ. ഇവിടെ കൂനമ്പാല എന്നാണോ പറയുന്നത്? അതിന്റെ കറ നല്ലതാ, മുള്ളെടുക്കാം, മുള്ളു പൊങ്ങി വരും. കണ്ടിട്ടുണ്ടല്ലോ കൂനമ്പാല ഇരിക്കുന്നത് എങ്ങനെയാണ്? സഭയ്ക്കകത്ത് വന്ന് 90% കൂനമ്പാല. ഇപ്പൊ ഞാൻ പറയും കൂനമ്പാലയല്ല, ഈ പാതാളക്കരണ്ടി പോലെ. ഇപ്പോഴല്ലേ മോട്ടറും പൈപ്പും ഒക്കെ വന്നത്. പണ്ട് തൊട്ടിയിട്ട് ഒരു പട്ടയം തൊട്ടി. അപ്പൊ തൊട്ടി കിണറ്റി പോയാൽ എടുക്കുന്നൊരു സാധനം ആ പാതാളക്കരണ്ടി. കണ്ടിട്ടില്ലയോ? തങ്കച്ചാൻ അറിയാമല്ലോ പാതാളക്കരണ്ടി? ഇല്ല, അച്ഛൻ കണ്ടിട്ടില്ലേ? എങ്ങനെയാ ഇരിക്കുന്നത്? ഇങ്ങനെ ഇരിക്കും മൊത്തം. കയറ് അങ്ങോട്ടിട്ട് ഇങ്ങനെ എങ്ങോട്ടിട്ടാലും ഓടക്കും. ഞായറാഴ്ച ആകുമ്പം വരിക പാതാളക്കരണ്ടി എല്ലാം കൂടെ. എങ്ങോട്ടിട്ടാലും സെൻട്രൽ കൺവെൻഷന് മുഴുവൻ പാതാളക്കരണ്ടി ഇറങ്ങും. സ്റ്റേറ്റ് കൺവെൻഷന് പാതാളക്കരണ്ടി എല്ലാം കൂടെ ഇറങ്ങും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇവന്മാര് വരികയല്ല, ഒരെണ്ണത്തിനെ കാണുകയല്ല.
ഉപവാസ പ്രാർത്ഥനയ്ക്ക് വെള്ളം മാത്രമല്ലേ ഉള്ളൂ, ജീരവെള്ളം കൊടുക്കും, അത് എന്നെ എടുക്കാനാ? അല്ല, കൺവെൻഷനും വലിയ വലിയ യോഗം വരുമ്പോൾ മുടുത്ത ബാഡ്ജൊക്കെ കൂത്തി ഒരുമാതിരിപ്പെട്ട പാതാളക്കരണ്ടി മുഴുവൻ വരും. എങ്ങോട്ടിട്ടാലും പന്തലിട്ടത് ശരിയായില്ല, ഭക്ഷണം കൊടുത്ത് ശരിയായില്ല, കസേര വിട്ടിട്ടത് ശരിയായില്ല, നമ്മൾ കമ്മിറ്റിയിൽ സാമ്പാറാണെന്നില്ല, പിന്നെ ആരാ എരിശ്ശേരി ഉണ്ടാക്കിയത്? ഉടക്ക എടാ കിട്ടുന്നെന്ന് തോത്രം പറഞ്ഞ് കഴിച്ചേച്ച് പോയി ഈ ഉമ്മ കിടന്ന്. ഇതെങ്ങനാ കിട്ടിയെന്ന് ദൈവത്തിനറിയാം. ഇത് സ്വോത്രം ചെയ്തും പ്രാർത്ഥിച്ചും കഷ്ടപ്പെട്ടുമുണ്ടാന്ന്. നീ അന്നേരം ഇതെല്ലാം കൂടെ പറയുന്നില്ല. നമ്മുടെ യോഗം തീരുകയല്ലേ? എന്നാ പറയാം. ഞാനിത് നാളെ ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞ ആള് വരികയല്ല, അപ്പൊ ഇന്ന് പറഞ്ഞങ്ങ് വിടാം. നീ ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ ഭയപ്പെടണം. ഒരു പ്രശ്നത്തിനകത്ത് ഇടപെടരുത്. അഥവാ പ്രശ്നമില്ലെന്നല്ല പറഞ്ഞ, പ്രശ്നങ്ങൾ വരും, മുഴങ്കാലുമേലിരിക്കണം. നീതിയോടെ വ്യവഹരിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. നിന്റെ ഭാഗം നീതിയാണെങ്കിൽ, നിന്റെ ഭാഗം ന്യായമാണെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വ്യവഹാരമെല്ലാം ദൈവകരങ്ങളിലോട്ട് കൊടുക്ക്, പ്രശ്നങ്ങളെല്ലാം തൃക്കരങ്ങളിലോട്ട് കൊടുക്ക്. സകലതും പരിഹരിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ടെന്ന്. ഇവിടെ കൂടുന്നതെല്ലാം ദൈവമക്കളായതുകൊണ്ട് ആ നിലയിൽ പറയാ. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ പ്രയാണം ചെയ്തു വരുമ്പോൾ സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടായി. പ്രശ്നം കോരകൻ, ദാദാനും അബീരാമും ബേലത്തിന്റെ മക്കളും എല്ലാം കൂടെ എന്തോ പൊല്ലാപ്പുണ്ടാക്കി. വായിച്ചേ മോളെ, 16:1 മുതൽ 16:1, ഏത് 16 സംഖ്യാപുസ്തകം 16:1 മുതൽ വായിച്ചു. സംഖ്യ 16:1 മുതൽ. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്ഹാരിന്റെ മകൻ കോരഹ്, എന്നാൽ ലേവിയുടെ മകനാകുന്ന കെഹാത്തിന്റെ മകനാകുന്ന ഇസ്ഹാരിന്റെ മകനാകുന്ന കോരഹ് രൂബൻ ഗോത്രത്തിൽ ഏലിയാബിന്റെ പുത്രന്മാരായ രൂബൻ ഗോത്രത്തിൽ ഏലിയാബിന്റെ പുത്രന്മാരായ ദാഥാൻ, അബീരാം, പെലേത്തിന്റെ മകനായ ഓന് എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘ സദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. എങ്ങനെയുണ്ട് സഭയ്ക്കകത്ത് മത്സരം? ഉടക്ക. മെയിൻ ആള് കോരച്ചനാ, പുതുപ്പള്ളി കോരച്ചൻ. അപ്പൊ സഭയ്ക്കകത്ത് കോരക മെയിൻ ആള്, പിന്നെ ഓനുമുണ്ട്, അബീരാമും എല്ലാം ഉണ്ട്. ഇവര് മോശയ്ക്കും അഹരോനും വിരോധമായി 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. മത്സരം, സഭയ്ക്കകത്ത് മത്സരം. സഭ മുമ്പേ പറഞ്ഞ പോയിന്റ് പിന്നെ പറയാം. വീട്ടിലാന്നേലും സഭയിലാന്നേലും മത്സരിക്കരുത്. അതിനാ അത് പറയാം. നിങ്ങൾക്കറിയാവുള്ള കാര്യമാ. മത്സരം ആഭിചാരദോഷം പോലെ. സഭയ്ക്കകത്ത് 2 കുടുംബം, 2 വ്യക്തികൾ മത്സരിച്ചാൽ ആ സഭയിൽ ആഭിചാരത്തിന്റെ എഫക്റ്റാ. അതിനപ്പുറത്തുകാരൻ കൂടോത്രമൊന്നും ചെയ്യണ്ട, ഇതിനകത്തിരിക്കുന്നവൻ കാരണമാണ്. എന്നാൽ നമ്മൾ പറയും അമ്പലക്കെട്ടുകൾ, പള്ളിക്കെട്ടുകൾ, പൗരോഹിത്യ ബന്ധനം, ശക്തികൾ. ഒരു ശക്തിയില്ല, നീ എല്ലാം കൂടെ കിടന്ന് ഉടക്കുണ്ടാക്കുന്നതുകൊണ്ടാണ്. എന്നുവെച്ച് പറയാ അന്തരീക്ഷമില്ലെന്ന്. ആരാധിക്കുമ്പം മാങ്ങായാന്നോ മൂത്തത്, മാങ്ങാണ്ടിയാന്നോ മൂത്തതെന്നും പറഞ്ഞാൽ ഞായറാഴ്ച വന്ന് കുത്തിയിരിക്കുന്ന നത്ത് കുത്തിയിരിക്കുമ്പോൾ ഇരിക്കുക. അവൻ കൈയടിക്കുമ്പോൾ ഇവൻ അടിക്കുകയില്ല, അവൻ പാട്ട് തുടങ്ങിയാൽ ഇവൻ പാടുകയല്ല. അവനോട് ആര് പറഞ്ഞു പോകാൻ? എങ്ങനെ ദൈവപ്രവൃത്തി വെളിപ്പെടും? വാശിയല്ലേ. മത്സരികൾ വരണ്ട ദേശത്തുമാർക്ക് മത്സരം ആഭിചാരദോഷം പോലെ. അപ്പൊ ഇത് പാടില്ല. മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് മത്സരിച്ചു. ഞാൻ ആ ഭാഗം അങ്ങ് വിട്ട. ഇങ്ങനെ മത്സരിച്ച് 250 സംഘ സദസ്യന്മാരെ കൂട്ടി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ മോശയുടെ നിലപാടെന്താ? 16:4 വായിച്ചേ മോളെ. 16:4. ഇത് കേട്ടപ്പോൾ മോശ കവിണ്ണു വീണു. ഇതായിരുന്നു മോശയുടെ നിലപാട്. ഇവരെല്ലാം കൂടി മത്സരിച്ച് പ്രശ്നമുണ്ടാക്കിയപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി. ദൈവം മുമ്പാകെ കവിണ്ണു വീഴണം, ദൈവസന്നിധി കവിണ്ണു വീഴണം. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവകുഞ്ഞുങ്ങളെ, പ്രശ്നങ്ങൾ വഷളാകുമ്പോൾ നീ മറുപടി പറയാൻ പോകരുത്, പക്ഷം പിടിക്കാൻ പോകരുത്, വേറെ കൂട്ടുകെട്ടുണ്ടാക്കരുത്. ദൈവം മുമ്പാകെ കവിണ്ണു വീഴണം. കവിണ്ണു വീഴുമ്പോൾ കർത്താവ് അതിന് പരിഹാരം ഉണ്ടാക്കി തരും. പ്രൈസ് ദി ലോർഡ്. സകല ദൈവമക്കളോടും ഇതാ പറയാനുള്ളത്. ആമേൻ. വ്യവഹാരമെല്ലാം ദൈവത്തിന് കൊടുക്ക. അപ്പോൾ 6-ാം അധ്യായത്തിൽ വ്യവഹാരമാണ് പ്രശ്നം. 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നമാണ്. കുടുംബത്തിനകത്ത് അങ്ങ് പ്രശ്നം. ചേട്ടത്തി, അനിയത്തിയും, ചേട്ടനും, അനിയനും, അപ്പനും, അമ്മയും, നാത്തൂനും, അമ്മായിയമ്മയും, മരുമകൾ എല്ലാം ബന്ധിക്കോസിലുമാണ്. കാണാമല്ല, കണ്ട ഉടനെ അത് ഉള്ളുക. പായിലിരിക്കണ്ട, അവിടെ മൂലയെ തെറുത്ത് വെച്ചാൽ മതി. തെറുത്ത് വെക്കുന്ന കാണുമ്പോൾ
എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണ് നിന്നെ ചന്തക്കടവിവിടെ കൊണ്ടാകുമ്പോൾ മുഴുവൻ പാതെടുത്ത് വെച്ചിരിക്കുക. ഉള്ളി അവിടെ ചന്തയിലോട്ട് മുഴുവൻ പാതെടുത്ത് വെച്ചേക്കല്ലേ, മെത്തപ്പായും അല്ലാത്ത തടപ്പായും എല്ലാം. ഒരു കാര്യം പറയാം, കുടുംബത്തിനകത്ത് യോജിപ്പോടെ വേണം ജീവിക്കാൻ. മനസ്സിലായോ? ഒന്ന് മല്ലടിക്കരുതെന്ന്. തമ്മി മിണ്ടുകയില്ല, ചോദിക്കുന്നതിന് സമാധാനം. എന്തുകൊണ്ട് വിശേഷം? സഭയിലോട്ട് എന്നിട്ട് പറയാം, എനിക്ക് യോഗമില്ലെങ്കിൽ, എനിക്ക് യോഗം കിട്ടിയില്ലെങ്കിൽ സൂത്രവും വിളച്ചിലും പടേനിയൊന്നും കൊള്ളുകയില്ല. ജീവിക്കുമ്പം നല്ല രീതിയിൽ ജീവിക്കണം. സ്തോത്രം, സ്തോത്രം. അതിനകത്ത് കുടുംബ പ്രശ്നം അത് പരിഹരിക്കണം. അതാ 7-ാം അധ്യായം. അധികം വിവരിക്കുന്നില്ല. നമ്മൾ ക്ഷമിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. യേശു ക്ഷമിച്ചില്ലേ? നമുക്ക് ക്ഷമിച്ചാൽ തന്നെ. ഞാൻ ആ തത്വത്തെ നിൽക്കുന്ന ആളാണ്. ചില വിഷയത്തിലൊക്കെ ചിലപ്പോൾ എൻ്റെ കൂടെയുള്ള വേലക്കാരും വീട്ടിലുമൊക്കെ പറയും, എത്ര വന്നാലും പഠിക്കുകയില്ല, മനസ്സിലായി, എനിക്ക് ബുദ്ധിയില്ലെന്ന. എനിക്കോ? എനിക്ക് അല്പം ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടപെടുന്നത്. ഏതാ? ക്ഷമിക്കുന്നത്. യേശു അതാ പഠിപ്പിച്ച്. നീ ക്ഷമിക്കണം. എത്ര വട്ടമാ? ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധി ക്ഷമിച്ചോ. ചില പറഞ്ഞു ഒരതിരില്ലേ? ഒരതിരുമില്ല. ക്ഷമിക്കുന്നതിനൊരു നമുക്കില്ലെന്ന്. മരണം വരെ എത്ര വട്ടം നമ്മളെ ഉപദ്രവിച്ചാലും ക്ഷമിക്കാനാണ് നമുക്ക് പ്രമാണം. യോസേഫ് അതല്ലേ ചേട്ടന്മാരോട് പറഞ്ഞത്, നിങ്ങളെനിക്ക് ദോഷമൊക്കെയാണ് നിരൂപിച്ചത്, പക്ഷേ ദൈവം അതെല്ലാം ഗുണമാക്കി തീർത്ത്. ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യം ഉപദ്രവിച്ചവരും അടിച്ചവരും ഒക്കെ ഉണ്ട്. മുഖത്ത് രോമമെല്ലാം പിഴുതെടുത്തു. നമുക്കറിയാം. കണ്ണ് മൂടിക്കെട്ടി അവിടുത്തെ കണ്ണ് തടിച്ചു, മുഖത്ത് കാർക്കിച്ചു തുപ്പി, കരുതിക്കൂട്ടിയുള്ള തുപ്പല, മുഷ്ടി ചുരുട്ടി അവിടുത്തെ ഉപദ്രവിച്ചു, മുൾക്കിരീടം അടിച്ച് ഇറക്കി. ചില വേദപഠിതാക്കൾ പറയുന്നത് കണ്ണ് വെളിയിലോട്ട് തള്ളി വന്നെന്ന്. അതോ നീണ്ട മുള്ള. ഞാൻ ആ അടിച്ച മുള്ള് കണ്ടില്ലെങ്കിലും അതിൻ്റെ ആ സ്വയമ നമ്മുടെ ബ്രദർ സഭയുടെ പ്രധാനപ്പെട്ട ആളാണല്ലോ ജോർജ് കോശി മൈലപ്പറ. അദ്ദേഹം യാത്രയൊക്കെ ചെയ്യുന്നയാളാണ്. അപ്പോൾ ഒരിക്കൽ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ കാണിച്ചു. ഈ ടൈപ്പ് മുള്ള കർത്താവിനെ അടിച്ചിറക്കിയെന്നാണ് പറയുന്നത്. നല്ല എടുപ്പ്, അസ്ത്രം പോലെ. അതാ അവിടുത്തെ തലയിൽ അടിച്ചിറക്കിയത്. കണ്ണ് വെളിയിലോട്ട് തെള്ളി വന്നു, മുഖത്തെ രോമമെല്ലാം പിഴുതെടുത്തു, ചാട്ടവാറ് കൊണ്ട് അടിച്ച് അവിടുത്തെ മുതുക്, സങ്കീർത്തനക്കാരന്റെ ഭാഷയാ, ഉഴവുചാല് പോലെ നീളത്തെ കീറി. രോമം കത്തിരിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ. അവിടുത്തെ താഴ്ചയിൽ ന്യായം കിട്ടിയില്ലെന്ന്. ഇങ്ങനെല്ലാം ഉപദ്രവിച്ച് രാവിലെ കൊണ്ട് യേശുവിനെ നിർത്തി. അപ്പോൾ പീലാത്തോസ് വന്ന് പറയുന്ന ഒരു പദമുണ്ട്, ഇതാ ആ മനുഷ്യൻ. കാരണം യേശുവിനെ കൊണ്ട് നിർത്തിയപ്പോൾ ജനത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നു. അപ്പൊ ആരൊക്കെ ചോദിച്ചത് ആരാന്ന്. അപ്പൊ ചെല്ല് പറഞ്ഞു, ഇന്നലെ പിടിച്ച നസ്രായനാത്. അപ്പൊ ചെല്ല് പറഞ്ഞു, അത് നസ്രായനല്ല, ഇത് പ്രാകൃതം കെട്ട ഒരാളാണ്. ഇന്നലെ പിടിച്ചോണ്ട് പോയത് 10,000 ശ്രേഷ്ഠനാകുന്ന, സുന്ദരനാകുന്ന, മനോഹര രൂപിയാകുന്ന ഒരുവനെയാ പിടിച്ചോണ്ട് പോയത്. അപ്പൊ ചെല്ലു പറഞ്ഞ അല്ല, അത് തന്നെയായത്. പല തർക്കം വന്നത് കൊണ്ടാ പീലാത്തോസ് പറഞ്ഞ തർക്കിക്കണ്ട, ആ മനുഷ്യൻ ഇത് തന്നെ എന്ന് പറഞ്ഞു. ഇങ്ങനെല്ലാം വിരൂപമാക്കപ്പെട്ട യേശു അപ്പൊ കർത്താവിന്റെ ഗെത്സമനെ വെച്ച് പിടിക്കുമ്പോൾ കർത്താവിന്റെ സ്വഭാവത്തിന്റെ വിശേഷത നമുക്കറിയാം. വാളെടുത്ത് ആ മഹാപുരുഷത്തിന്റെ ദാസനെ വെട്ടി കൂടെയുള്ളയാള്. കർത്താവ് പറഞ്ഞു, വാളുറയിലിടാൻ പറഞ്ഞു, എടുക്കരുത്. അവന്റെ ചെവി താഴെ വീണു.
പുരാണത്തിലെ ചെവിയൊക്കെ വെട്ടിയ ഒരു കഥയുണ്ട്. ഒരു സ്ത്രീയുടെ ചെവി മാത്രമല്ലല്ലോ, പക്ഷെ ആ ചെവി ഫിറ്റ് ചെയ്തോ എന്ന് എനിക്കറിയത്തില്ല. പണ്ട് നാമം ജപിക്കുമ്പോൾ ഞാൻ ജപിച്ചോ മറന്നുപോയി വരികൾ. ശൂർപ്പണാഗതന്നുടേയ കർണനാസികാകുജം, അത് പണ്ട് ചൊല്ലിയിട്ടുണ്ട്. വരികളെല്ലാം മറന്നുപോയി. ഇവിടെ ഈ വേളെടുത്ത് വെട്ടിയപ്പോൾ മഹാപുരോഹിതന്റെ ദാസന്റെ ചെവി അറന്നു. ഉടനെ കർത്താവ് പറഞ്ഞു, വെട്ടിയ പുള്ളിയോട് വാൾ ഉറയിലിട്ട്. അപ്പൊ അവൻ വേദന കൊണ്ട് പൊളയുക. യേശു ആ ചെവി എടുത്ത് ചേർത്ത് വെച്ചു, സുഖമാക്കി. യേശുവിന്റെ സ്വഭാവത്തിന്റെ വിശേഷത, തന്നെ പിടിക്കാൻ വന്ന ചേവകരാ, ഉപദ്രവിക്കാൻ വന്നവരാ, കൊല്ലാൻ കൊണ്ടുപോവുക. അപ്പം കൊല്ലാൻ കൊണ്ടുപോകാൻ വന്ന, പിടിക്കാൻ ഉപദ്രവിക്കാൻ, ശത്രുവിന്റെ ചെവി അറുത്ത് താഴെ കിട്ടും. കർത്താവ് അങ്ങനെ ഗതസമനെ വെച്ച് പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ വാക്യം, പ്രാണവേദനയില്ല. അപ്പൊ എന്റെ ഭാഷയിൽ പറഞ്ഞ യേശു പ്രാണവേദനയിൽ നിൽക്കുക. താൻ പ്രാണവേദനയിൽ നിൽക്കുന്ന സമയത്തും തന്നെ ഉപദ്രവിക്കാൻ വന്ന ശത്രുവിന്റെ വേദനയ്ക്ക് പരിഹാരം കൊടുത്തവനായ യേശു. ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹവും രക്ഷപ്പെട്ടു, ഈ പുതുപ്പള്ളി ദേശവും രക്ഷപ്പെട്ടു, കേരളവും ഇന്ത്യയും ലോകം മുഴുവൻ രക്ഷപ്പെട്ടു. ഈ ഒരു മനസ്സുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള മനസ്സ് വരാനായി ഇങ്ങനെ യോഗങ്ങൾ കൂടുന്നത്. അല്ലാതെ നീ അവൻ്റെ ചെവിയാന്നോടാ കണ്ടിച്ചത്, പടലിയും കൂടെ കണ്ടിച്ചുകൊണ്ട് പാടാ. പണ്ട് ഞങ്ങളുടെ ഒരു തള്ള താൻ്റെടിയാ, പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല, പിള്ളേർ സ്കൂളിൽ വിട്ടു പോയപ്പം അയലത്തെ ചെറുക്കൻ കയറി ഈ പെൺപിള്ളേർ, ഇവർ 2 പെൺപിള്ളേർ 4 പെൺപിള്ളേരുണ്ട്, ഉപദ്രവിച്ചു. ഇവളുമാർ കരഞ്ഞു കൊടുത്തു. തള്ള വലിയ വേമിയാ, പേരൊന്നും ഞാൻ പറഞ്ഞില്ല, പറഞ്ഞാൽ ചിലപ്പം ബന്ധുക്കാർ ഇതിനകത്ത് കാണും. അപ്പം വെറുതെ ഒരു അലോഗ്യം വേണ്ട. അപ്പം പിള്ളേർ കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഇവർ വലിയ നല്ല എന്തുപാടി ചോദിച്ചു. എന്നിട്ട് രക്ഷിക്കപ്പെട്ടവരല്ല കേട്ടോ. അപ്പം ചോദിച്ചു, ആ പറഞ്ഞ അവൻ എന്നെ ഇടിച്ചു. ആ നീ ഇടിച്ചോ? ഇല്ല. ഉടനെ തള്ള പറയാ, പുസ്തകം അവിടെ വെക്ക, അവനെ പോയി ഇടിച്ചേച്ച് തിരിച്ചു വന്നെങ്കിലേ കഞ്ഞി തരുവുള്ളൂ. യോ, രക്ഷിക്കപ്പെട്ടവരല്ല കേട്ടോ, ലോകം ഇങ്ങനെയാന്നാ പറഞ്ഞ്. അവനെ പോയി ഇടിക്കണം, ഇടിച്ചേച്ച് തിരിച്ചു വരുന്നെങ്കിലേ നിങ്ങൾക്ക് 4 മണിക്ക്. ഇതല്ല കൊച്ചുങ്ങളെ പെരക്കകത്ത് കയറ്റിയില്ല. അതല്ല രസം, അതല്ല. എന്താ അടുത്ത ഇവർ തന്നെ കസേര ഇട്ടിരിക്കുക, അവനെ ഇടിക്കുന്ന ശബ്ദം എനിക്ക് ഇവിടെ ഇരുന്ന് കേൾക്കണം. അതാ പോ. അവിടുത്തെ അച്ചായനൊരു പാവത്താനാ, എന്നെ അവിടെ കിടന്ന് പാത്തും പമ്മിന്ന് ഇവിടെ എങ്ങാനും വന്ന് ഇറങ്ങിയിരി. തള്ള ഞാൻ വിളിക്കും ഇങ്ങോട്ട് വേണേ. ആ അപ്പൊ ഈ അമ്മ പറയുക, അവനെ പോയി ഇടിക്കണം, ഇടിച്ചിട്ട് ഇടിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കണം, കേട്ടെങ്കിലേ നിനക്കൊക്കെ 4 മണിക്ക് ആകുമ്പല്ലോ. പെൺപിള്ളേർ പോയി, തള്ളയല്ല പെരക്കകത്ത് കയറ്റുകയല്ല, ചോറും കൊടുക്കുകയല്ല. അവനിതറിയാം, അത് ഇടിയെല്ലാം കഴിഞ്ഞ് ചവം എടുക്കാനായിട്ട് വള്ളക്കൊട്ട എടുത്തോണ്ട് വരിക, പുല്ല് പറിക്കാം പശുവിന്. ഈ പെൺപിള്ളേർ പാത്രം വെച്ച് പിടിച്ചു, അവനെ പിടിച്ചു കൂണിച്ച് ഇടിച്ചപ്പോൾ ഒരുത്തി വയ്ക്കാം, അമ്മയെ കേൾക്കാവോ അമ്മേന്ന്. ഉടനെ തള്ള ആ കേട്ടു, വരാൻ പറഞ്ഞു. വന്നുടനെ അകത്ത് കയറ്റി. രക്ഷിക്കപ്പെട്ടവരല്ല കേട്ടോ, ഇതാണ് ലോകം. അത് പറയാനാ, ഇതാ ലോകക്കാര്. പക്ഷേ ദൈവമക്കൾ അങ്ങനല്ല. ദൈവമക്കൾ യേശുവിന്റെ സ്വഭാവം. എന്തുവാ യേശു പഠിപ്പിച്ചത്? പ്രാണവേദനയിൽ നിൽക്കുമ്പോഴും തന്നെ ഉപദ്രവിക്കാമെന്ന ശത്രുവിന്റെ വേദനയ്ക്ക് പരിഹാരം വരുത്തിയവനാ യേശു. ഇന്ന് രാത്രി ഈ സ്വഭാവം എന്റെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദേശം രക്ഷപ്പെട്ടു, സമൂഹം രക്ഷപ്പെട്ടു, രാജ്യം രക്ഷപ്പെട്ടു. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സ്വഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മളെല്ലാവരും ഒരു പാട്ടിന്റെ വരി പാടുന്ന നാഗൽ സാഹിബിന്റെ പാട്ട് നല്ല പാട്ടാ. ഒന്ന് ഈ ചിന്തയോടൊന്ന് പാടണേ. ഞാനിപ്പോ പ്രസംഗിച്ച ചിന്തയോടെ നമുക്കെല്ലാം കൂടെ ഒന്ന് അങ്ങനെ പാടണം. യേശുവേ നിന്റെ രൂപമീ
എന്റെ കണ്ണുകൾ ചേർന്ന് പാട് സൗന്ദര്യം ഈ ചിന്തയോടെ. ഓ യേശുവേ നിന്റെ രൂപമീ ഈ എന്റെ കണ്ണുകൾ എത്ര സൗന്ദര്യം ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാകണം മുഴുവൻ ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, മാതാപിതാക്കള്, സഹോദരി സഹോദരന്മാര്, ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പകർത്തിക്കേ. ക്ഷമിക്കുന്നതുകൊണ്ട് ദോഷമൊന്നും വരികയില്ല കേട്ടോ. ഒരു ഞാൻ അനുഭവത്തിൽ നിന്നും വചനത്തിൽ നിന്നുമാ പറയുന്നത്. നീ ക്ഷമിച്ചേ, നീ പോകുന്നിടത്തെല്ലാം നിനക്ക് നന്മയായിരിക്കും. നീ ഒന്ന് ക്ഷമിച്ചേ, മനഃപൂർവ്വമായിട്ടൊന്ന് ക്ഷമിച്ചേ. അറിയാത്ത വഴികളാ ദൈവം തുറക്കുന്നേ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അത് ജീവിതത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തേ. ദൈവത്തിന് മഹത്വം ചുമ്മാ പറയുന്നതല്ല കേട്ടോ. ഞാൻ എന്നാലാവും വിധം അങ്ങനെ പോകണമെന്ന് ചിന്തിക്കുകയും ഏറെക്കുറെ അങ്ങനെയൊക്കെ പോവുക. അത് പൂർണ്ണതയിലെത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നോട് പറയും എത്ര വന്നാലും പഠിക്കുകയില്ല, മനസ്സിലാക്കുകയില്ല, പൊട്ടന്. ഒന്നാളെ പറഞ്ഞു പൊട്ടനാടാന്ന്. ഞാൻ പറഞ്ഞു പിന്നെ പൊട്ടനൊന്നും അല്ല, നമ്മുടെ പ്രമാണം അതാണ്. ഒരാളൊരിക്കൽ എനിക്കെതിരെ ദോഷമൊക്കെ പറയുക എഴുതുകയൊക്കെ ചെയ്ത് ഞാൻ വേറൊരു രാജ്യത്തിരിക്കുമ്പോൾ അങ്ങോട്ട് ഫോൺ വിളിച്ച് പറയുക. അപ്പം ഈ സ്പീക്കറിലായിട്ടത്. അപ്പം ഞാനും കേട്ടോണ്ടിരിക്കുക. ഞാൻ അന്നേരം അങ്ങ് ചിരിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, അതൊന്നും എല്ലാം ഞാൻ പറയുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നപ്പം ഇദ്ദേഹം ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുക, ബാഗും ഒക്കെ ആയിട്ട്. ഞാൻ വണ്ടിയെ പോയപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച സഹോദരൻ പറഞ്ഞു വണ്ടി നിർത്താം, ഇച്ചിരി മുന്നോട്ട് പോയി പുറകോട്ട് എടുക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു എങ്ങോട്ട് പോകുന്നു? അച്ചോ പ്രൈസ് ദി ലോർഡ്. ഇല്ല, മറ്റേത് പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഞാനും പറഞ്ഞു പ്രൈസ് ദി ലോർഡ് എന്നല്ലേ പറഞ്ഞത്, വേറൊന്നും അല്ലല്ലോ. ഞാനും പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിച്ചു എങ്ങോട്ട് പോകുന്നു? ഞാൻ ഇന്നോടത്തോട്ട് പോകും. വണ്ടിയെ കയറ്. ഇവൻ എന്ത് ചെയ്താ? കയറുകയില്ല. ഞാൻ വണ്ടിയെ കയറി. ഇവൻ ഓർക്കുന്നത് ഞാൻ വല്ലോ ദോഷവും. ഇവൻ കയറടാന്ന് പറഞ്ഞു വണ്ടിയെ. അന്നേരം കയറി. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് വിശേഷം? കുഞ്ഞുങ്ങളുമൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ല. എന്ത് ചെയ്യുക പ്രിയപ്പെട്ടവൾ? ക്ഷീണം. ദൈവം സഹായിക്കട്ടെ, പ്രാർത്ഥിക്കാം. വർത്തമാനമൊക്കെ ലോഹ്യമൊക്കെ ചോദിച്ചു. വീട്ടുകാരെയൊക്കെ എനിക്കറിയാം. ലോഹ്യമൊക്കെ ചോദിച്ചപ്പോൾ സ്ഥലമായി ഇറങ്ങി. അന്നേരം എൻ്റെ കയ്യിലുണ്ടായിരുന്ന നന്മയും കൊടുത്തു. സ്തോത്രം അത് കൊടുത്തു. സ്തോത്രം പ്രാർത്ഥനയിൽ ഓർക്കാമെന്ന് പറഞ്ഞു. അത് നല്ല മനസ്സോടാണ് ചെയ്തത്. അതെ, നല്ല മനസ്സോടാണ്. ദൈവത്തിന് മഹത്വം. ഇതൊരു സംഭവം, ഇതുപോലെ 100 സംഭവങ്ങൾ. അവിടെ പ്രവീണിരിക്കുന്നു. ഞാനോട് ഇരിക്കുമ്പോൾ ഒരാൾ ഫോൺ ചെയ്ത് പറയുന്നത് എന്നെ കേൾപ്പിച്ചു. നാട്ടിരിക്കുന്നു, എന്നെ കേൾപ്പിച്ചു. ഞാൻ കേട്ടോണ്ടിരിക്കുക. പ്രവീണിൻ്റെ ഫോണിലാണ് വിളിച്ചത്, സ്പീക്കറിൽ. ഞാൻ കേട്ടോണ്ടിരിക്കുക. അവനെ ഞാൻ അടുത്ത കാലത്ത് അത് കഴിഞ്ഞും കണ്ടു. വളരെ നല്ല രീതിയിലാണ് ഇടപെട്ടത്. ഒരിക്കൽ പ്രൈസ് ദി ലോർഡ്, ദൈവം ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞുണ്ട്. അല്ല, അവൻ്റെ നാവ് കൊണ്ട് അങ്ങനെ പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. ഒരു പിണക്കവും ഇല്ലെന്ന്. കൂടെ നിന്ന് എത്ര എണ്ണം ഒന്ന് ഞാൻ ലൈവല്ലേ, അവരെന്തിനാ നമ്മൾ പറഞ്ഞൊരു ഈ പുതുപ്പള്ളി ഏരിയയിലും ഉണ്ട്. എന്തിനാ ഞോണ്ടുന്നത്? ഞോണ്ടി എന്തിനാ? എന്തുവാ ഏതാണ്ട് ഞോണ്ടി പറഞ്ഞു. എന്താ പറഞ്ഞേ? ഏതാണ്ട് പറഞ്ഞു. എന്തോ സമയമായിരുന്നു? ആര് പറഞ്ഞായിരുന്നു? ഞാൻ ഒത്തിരി പറയാനുണ്ട് കേട്ടോ, അനുഭവത്തിൽ നിന്നാണ്. നീ ക്ഷമിച്ചു,
നിനക്കൊരു കുഴപ്പവും വരികയില്ല. അത് മനഃപൂർവ്വമായി ക്ഷമിച്ചു. ഒരു കുഴപ്പവും നിനക്കും വരികയില്ല, നിന്റെ സന്തതിക്കും വരികയില്ല. നീ ചെല്ലുന്നിടത്തെല്ലാം ദൈവം നിനക്ക് വേണ്ടി വഴിവെട്ടി തുറക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വേറൊരു വാക്യമുണ്ട്, ദുഷ്ടന്മാര് പല്ല് കടിച്ച് ഉരുകിപ്പോകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കുന്നതാണ് നല്ലത്. ആട്ടെ, നമ്മുടെ വിഷയത്തിൽ കുടുംബ പ്രശ്നം പരിഹാരമാണ്. 8-ാം അധ്യായത്തിലേക്ക് 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം, 8-ാം അധ്യായത്തിലേക്ക് എന്തൊക്കെ ഭക്ഷിക്കാം, വിഗ്രഹാർപ്പിതം എല്ലാം ഒന്നും വലിച്ചു വാരി കഴിക്കാനും എടുക്കാനും ഒന്നും പ്രമാണമില്ല. ദൈവമക്കൾക്ക് നേർച്ച സാധനം ഒന്നും നീ കഴിക്കരുത്. ഏതാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ഞായറാഴ്ച വന്ന് തിരുമേശ ഭക്ഷിക്കുന്ന നീയെ നിന്റെ കുഞ്ഞുങ്ങൾക്കോ നിന്റെ കുടുംബത്തിലുള്ളവർക്കോ ഇങ്ങനെയുള്ള ഒരു കാര്യം, പാച്ചോറോ നെയ്ച്ചോറോ അരവണയോ പിന്നെ ഏതാ അടയോ പല അട ഉണ്ണിയപ്പമോ ഒന്നും പാടില്ല. ഇത് പെന്തിക്കോസുകാരോടാ പറയുന്നത്, മറ്റുള്ളവരോടല്ല. മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആളല്ല. അവരുടെ ആചാരം, അവരുടെ അനുഷ്ഠാനം, അവർക്ക് സ്വാതന്ത്ര്യം. പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശി എടുക്കുന്ന ദൈവമക്കളോടാണ് ഇത് പറയുന്നത്. എല്ലാം കഴിക്കാനും കുടിക്കാനും നിനക്ക് പ്രമാണമില്ലെന്നായി പറഞ്ഞത്. അതുകൊണ്ട് വാവ്, പെരുന്നാള്, ശബത്ത് ഈ വക സംബന്ധിച്ച് ആരും നിങ്ങളെ വിധിക്കരുത്. എല്ലായിടത്തും പോയി അടിച്ച് പെരുക്കരുതെന്നായി പറഞ്ഞത്. 28 കെട്ടിനും മാമോളിതാക്കി ആണ്ടിയാത്തത്തിനും അടിയന്തരത്തിനും 40-നും ഓരാണ്ടിനും പോയി നല്ല പൂണൻ്റെ തീറ്റിയും തിന്നേച്ച് വന്ന് ഞായറാഴ്ച വന്ന് കോട്ടുമായിടുക. പാടില്ല. വേർപാട് പാലിക്കണം. മോളെ, ആ കൊരിന്ത്യർ അപ്പോസ്തല പ്രവൃത്തി 15:29 ഒന്ന് വായിച്ചേ. ഇവ വർജിച്ച് സൂക്ഷിച്ചുകൊണ്ടാൽ നന്ന്, നല്ല കാര്യമാണ്. ഇതിപ്പോ വർജിക്കണം, വർജിക്കേണ്ട കാര്യമൊക്കെ വർജിക്കണം. എന്തുവാ അവിടെ എഴുതിയേക്കുന്നത്? 28 വിഗ്രഹാർപ്പിതം വിഗ്രഹത്തിന് അർപ്പിച്ചത് തിരുമേശി എടുക്കുന്ന നീ ഭക്ഷിക്കരുതെന്നായി പറഞ്ഞത്. അത് ഭക്ഷിക്കുന്നവര് ഭക്ഷിച്ചോട്ടെ, അത് അവരുടെ വിശ്വാസം, അവരുടെ ആചാരം, അവരുടെ അനുഷ്ഠാനം. അതിലൊന്നും നമ്മൾ കൈകടത്തണ്ട. തിരുമേശി എടുക്കുന്ന നീയെ പാടില്ല. പിന്നെ രക്തം പേടിച്ചു പോയോ? രക്തം എന്ന് വായിച്ചിട്ട് വായിക്കു വച്ചേ. ശ്വാസം മുട്ടി ചത്തത് അതിനത് വായിക്കാഞ്ഞേ. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം. ഇതൊക്കെ വർജിക്കണം, വർജിക്കേണ്ട കാര്യം വർജിക്കണം. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. നമ്മുടെ ജനറൽ കൺവെൻഷൻ തീരുകല്ലേ, ഉപദേശമൊക്കെ കേട്ട് പോട്ടെ. ഇതൊക്കെ വർജിക്കേണ്ട കാര്യം വർജിക്കണം. 8-ാം അധ്യായത്തിൽ കർക്കശ ഉപദേശം പൗലോസ് കൊടുത്തിരിക്കുക. 9-ാം അധ്യായത്തിൽ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെയൊക്കെ ചോദ്യം ചെയ്യുന്നു. 10-ാം അധ്യായത്തിൽ പട്ടുപോയ ചരിത്രമാണ്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തെങ്കിലായിരുന്നു. മേഘത്തിലും വായിച്ചേ മോളെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയുന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടുള്ള കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. അടുത്ത വാക്യം. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു. അടുത്തത്. അവർ മോഹിച്ചതുപോലെ അപ്പോൾ മോഹമുണ്ട്, വിഗ്രഹാർപ്പിതമുണ്ട്, പരസംഗമുണ്ട്, പിറുപിറുപ്പുണ്ട്, ദൈവത്തെ പരീക്ഷിച്ചു. 5 കാര്യം എടുത്തു പറഞ്ഞു. എന്നിട്ട് 12-ാം വാക്യം വായിരേ. ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. എന്നിട്ട് 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് അതിന്റെ ഒരു ആശയം പറയാം. വിഗ്രഹാർപ്പിതം, പരസംഗം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, ഇതൊക്കെ വർജിക്കണം. അപ്പോൾ മോഹം, വിഗ്രഹാർപ്പിതം, പിറുപിറുപ്പ്, പരീക്ഷ, ഇതൊക്കെ ഇങ്ങനെയുള്ള വിഷയത്തിൽ പ്രമാണത്തോടെ നിൽക്കുമ്പോൾ നിനക്ക് പലവിധ പരീക്ഷകൾ ഉണ്ടാകും. വീട്ടിൽ നിന്നുണ്ടാകും, ഭാര്യയിൽ നിന്നുണ്ടാകും, ഭർത്താവിൽ നിന്നുണ്ടാകും, മക്കളിൽ നിന്നുണ്ടാകും, മാതാപിതാക്കളിൽ നിന്നുണ്ടാകും, സമൂഹത്തിൽ നിന്ന്, സഭയ്ക്കകത്തിൽ നിന്നുണ്ടാകുമല്ലോ. നമ്മൾ ഈ പ്രമാണം എന്ന് പറഞ്ഞ ഉടനെ സഭക്കാർ പറയും, ഒരു വിശുദ്ധം വന്നേക്കുന്നു. എൻ്റെ വല്യപ്പനും പെന്തിക്കോസായിരുന്നു. എൻ്റെ വല്യപ്പൻ്റെ ചരിത്രം വന്നു ഉടനെ പറയത്തില്ല. ഒരു വിശുദ്ധം വന്ന് നമ്മളെ സഭയ്ക്കകത്ത് പ്രശ്നമാണ്. പിള്ളേർ എതിർക്കുമല്ലോ, എതിർക്കുകയല്ലേ. നമ്മൾ പ്രമാണം എന്ന് പറഞ്ഞു. പപ്പായിക്ക് മാത്രമേ ഉള്ളൂ പ്രമാണം, കറിയായിക്ക് പ്രമാണമില്ലേ? പറയും. ഭാര്യ എതിർക്കുകയല്ലേ? എതിർക്കത്തില്ലേ?
ആരും മിണ്ടാതിരിക്കുക, എതിർക്കും. ഇവിടെ ഞങ്ങളുടെ പുള്ളിക്കാരനെ ഉള്ളു, പിന്നെ പുള്ളിക്കാരനും പാണ്ടുകാരനും. അല്ല, സഹോദരിമാർക്കെതിരെ ഭർത്താക്കന്മാരെതിരെ നിനക്ക് മാത്രമുള്ള വിശ്വാസം, നിന്നെ പോലുള്ള അപ്പറേ അമ്മിണി അല്ലെ തങ്കമ്മ, നിനക്ക് മാത്രം ഇത്ര, എല്ലായിടത്തു നിന്നും പ്രശ്നം വരും. അങ്ങനെ പരീക്ഷ വരുമ്പോൾ ദൈവമക്കൾ പതറരുത്. അതാ 13-ാം വാക്യം വായിച്ചേ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. പിന്നെ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ ദൈവം പോക്കുവഴി ഉണ്ടാക്കും. ഇന്ന് രാത്രി വിവിധ പരീക്ഷകൾ അനുഭവിക്കുന്ന ദൈവം നിനക്ക് പോക്കുവഴി ഉണ്ടാക്കി തരും. ദൈവം നിനക്ക് വഴി തുറന്നു തരുമെന്നായി പറഞ്ഞത്. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്. 11-ാം അധ്യായത്തിൽ തിരുമേശകയുടെ ഉപദേശമാണ്, 12 കൃപാവരമാ, 13 അതിശ്രേഷ്ഠപരമാ സ്നേഹം, 14 കൃപാവരങ്ങൾ വിനിയോഗിക്കേണ്ട വിധമാണ്, 15 വിശുദ്ധന്മാരുടെ ഉയർപ്പും ജീവനോടുള്ള വിശുദ്ധന്മാരുടെ രൂപാന്തരമാണ്, 16-ാം അധ്യായം ദശാംശമാ പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട്. 16-ന്റെ 1 മുതൽ വായിച്ചേ മോളെ. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് അതാണല്ലേ ഓരോ ആഴ്ചയും വരുമ്പോ ഉള്ളത് ഇഞ്ഞു കൊണ്ടുവരുന്നതാ. ഒരു സന്തോഷവും ഇല്ല, അതാ നല്ലത്. അപ്പോൾ 16-ാം അധ്യായം അതിൻ്റെ എല്ലാവർക്കും വലിയ സന്തോഷമുള്ള വിഷയമല്ല, അതുകൊണ്ട് നമുക്ക് ആ വിഷയം വിട്ടാക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 16-ാം അധ്യായം ഇതാ. ഈ 16-ന്റെ 22 ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. ഇനി 22-ാം വാക്യം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു. ഞാൻ ഓർപ്പിച്ചുള്ള 2 വിഷയമായി ഇതിൽ പ്രധാനമായിട്ട്. 1 കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ, 1 ശാപം, 2 നമ്മുടെ കർത്താവ് വരുന്നു. ഈ വേദപുസ്തകം പഠിച്ചാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ സകല പാപങ്ങളും, അന്ന് വരെയുള്ള മുഴുവൻ പാപങ്ങളും ദൈവം ക്ഷമിക്കും. അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതുമൊക്കെ സകല പാപവും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അന്ന് വരെ ചെയ്ത മുഴുവൻ അകൃത്യങ്ങളും പാപങ്ങളും ദൈവം ക്ഷമിക്കും. മീഖാപ്രവചനത്തിൽ വായിക്കുന്നത് സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയുമെന്ന. എനിക്ക് തോന്നുന്നത് 7-ാം അധ്യായത്തിന്റെ 19 ഒന്ന് വായിച്ചേ മോളെ. 7-ന്റെ 19. അവന് പ്രസാദമുള്ളത് അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവം അത് ഓർക്കത്തില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം മരണം വരെ, അല്ലെ കാഹളം ധ്വനിക്കുന്നത് വരെ ദൈവപ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ പല ശാപങ്ങളുണ്ടാകും. അല്ലാതെ ചുമ്മാ എല്ലാ ഞായറാഴ്ചയും നിന്നോട്ട് നീങ്ങിപ്പോയെന്റെ, പിന്നെ രക്ഷിക്കപ്പെടുന്നത് വരെയുള്ള മുഴുവൻ പാപങ്ങളും അകൃത്യങ്ങളും പാപങ്ങളേറ്റ് പറഞ്ഞ് ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകൽ പ്രാപിക്കുമ്പോൾ ദൈവം അത് മുഴുവൻ ക്ഷമിക്കും. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പ്രമാണത്തിനും വചനത്തിനും ദൈവത്തിനും നിരക്കാത്ത വിഷയങ്ങൾ ജീവിതത്തിലോ കുടുംബത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഉണ്ടായാൽ അത് പലതും ശാപമായിട്ട് വരും. അതുകൊണ്ട് ആർക്കും അത് വരരുത്. 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. ശാപം വരാനുള്ള കാര്യം ബന്ധുക്കോസുകാരോടാണ് കൂടുതലും. ഞങ്ങൾക്ക് ശാപം അല്ല പോയെന്നും പറഞ്ഞായിരിക്കുന്നത്, നീങ്ങിപ്പോയെന്റെ. പിന്നെ പാട്ടുകാരൻ ചില വിഷയത്തോട് ബന്ധപ്പെട്ട് എഴുതിയതാണ്, അല്ലാതെ എല്ലാം ഒന്നും നീങ്ങുകയല്ല. വായിക്കും നേരം. യിരെമ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 2-3 വായിച്ചേ മോളെ.
1 മുതൽ വായിച്ചു. യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്, ഈ നിയമത്തിന്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് യഹൂദ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പ്രസ്താവിപ്പീൻ. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ശ്രദ്ധിച്ചോ, ഇതുപോലെ വചനം കേൾക്കുന്ന ആര് വേറെ ഉണ്ട്? TV തുറന്നാൽ മുഴുവൻ വാക്യങ്ങളെ, പ്രസംഗങ്ങളെ, മൊബൈൽ തുറന്നാല് യൂട്യൂബ്. പിന്നെ ഇപ്പോഴാണ് കൺവെൻഷന്റെ സീസണാ. നവംബർ മുതലും കൊണ്ട് തുടങ്ങിയിരിക്കുക. എല്ലായിടത്തും കൺവെൻഷനാ. പിന്നെ വെക്കുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചാങ്ങ് എൻ്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെ സ്വന്തം അഭിപ്രായമാണ്, ഈ പ്രധാനപ്പെട്ട സഭകളുടെ കൺവെൻഷൻ അല്ല, എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഓരോ മാസവും ഓരോ സഭക്കാർ നടത്തുകയായിരുന്നെങ്കിൽ എല്ലാവർക്കും സമ്മേളിക്കായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇപ്പം അസംബ്ലീസ് കോഡ്, ചർച്ച് ഓഫ് കോഡ്, IPC, ഷാരോന്, കരിയമ്പിളാവ്, പിന്നെ WME, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് കോഡ്, പിന്നെ കല്ലുമല സഭ, അങ്ങനെ ഉണ്ടല്ലോ. പ്രധാനപ്പെട്ട ചില സഭകളൊക്കെ ഉണ്ടല്ലോ. TPM, പല സഭകളുണ്ട്. എനിക്കിപ്പോൾ ഇത് പറയാനും പേടി, കാരണം ഇഷ്ടംപോലെ സഭയുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞില്ലേ പറയാൻ. ഞങ്ങളുടേത് സഭയല്ലേ, അതും ഇപ്പോൾ പ്രശ്നമാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ്, ഈ ഓരോ സഭക്കാരും ഈ 12 മാസം ഉണ്ടല്ലോ, ഓരോ മാസവും അല്ലെ ഒരു 3 മാസം അങ്ങ് ഒഴിച്ച് ഒരു 9 മാസം ജനറൽ കൺവെൻഷൻ നടത്തുകയായിരുന്നേ നമുക്ക് എല്ലാവർക്കും പോയി സംബന്ധിക്കായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കിടന്ന് വെപ്പറാൾപ്പെടാം, അങ്ങോട്ട് ഓടണോ ഇങ്ങോട്ട് ഓടണോ, അവിടോട്ട് ഓടണോ ഇവിടെ ഓടണം. പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിക്കും, ഇന്ന് അവിടെ ആരാ ഉണ്ടപ്പോൾ, ഇന്ന് ഇന്നയാളാണ്, ഉണ്ണയാൾ ഇന്ന് അവിടെ ആരാ, അവിടെ ഇന്ന നാളെ അവിടെ ആരാ, അവിടെ മറ്റേ പെണ്ണ്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ഇഷ്ടമുണ്ട് ചോദിച്ചാൽ മതി. ഓരോ മാസവും ഓരോ പ്രധാന സഭകൾ കൺവെൻഷൻ വെക്കുകയായിരുന്നെങ്കിൽ സകല ആൾക്കാർക്കും ചെന്ന് സംബന്ധിക്കാം. യോഗം ഒരു അനുഗ്രഹമായിരുന്നെന്ന് എൻ്റെ അഭിപ്രായമാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ കൺവെൻഷന് പഞ്ഞമൊന്നുമില്ല, ബൈബിൾ ക്ലാസ്സിനും ബൈബിൾ കോളേജിനും പഞ്ഞമില്ല. യൂട്യൂബ് എടുത്താലും ഫേസ്ബുക്ക് എല്ലാത്തിനകത്തും ക്ലാസ്സുകളല്ലേ, എല്ലാവരും അങ്ങ് ബൈബിൾ ക്ലാസ്സും വചനം പഠിക്കും. അപ്പോൾ ഏത് ടൈപ്പ് പ്രസംഗം വേണേലും ഉണ്ട്. അപ്പോൾ ഇതുപോലെ വചനം കേൾക്കുന്ന ഒരു അന്തരീക്ഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമില്ല. ഇതുപോലെ ശുശ്രൂഷകൾ നടക്കുന്നൊരു കാലം ഉണ്ടായിട്ടില്ലെന്ന് എൻ്റെ അഭിപ്രായമാണ്. പക്ഷേ ഇവിടെ വായിക്കുക, ഇതൊക്കെ ആയതുകൊണ്ട് ശാപം കൂടുക. അതന്നെ, ഈ നിയമത്തിൻ്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവനാ. രക്ഷകയുടെ ദൂത് കേട്ടിട്ട് നീ രക്ഷിക്കപ്പെടാതിരുന്നാൽ നിനക്ക് ശാപം പിന്നെയും വരും. യേശുക്രിസ്തുവായ ഏകരക്ഷകൻ, യേശുക്രിസ്തു മാത്രമാ രക്ഷിതാവ്, മറ്റൊരുത്തനും നിന്റെ രക്ഷയില്ല. യേശുക്രിസ്തു മാത്രമാണ് നിന്നെ രക്ഷിക്കുന്നത്. ഈ രക്ഷകയുടെ ദൂത് വചനം, ഈ പ്രമാണം കേട്ടിട്ട് പിന്നെയും നീ യേശുവിന് ഹൃദയം കൊടുക്കാതെ കടമ്പിടുത്തത്തോടെ മുൻപോട്ട് പോയാൽ നിനക്ക് ശാപമുണ്ടാകും. വരുന്ന ഉപദേശിമാരെ കൊണ്ടും അച്ഛന്മാരെ കൊണ്ട് തലയെ കൈവച്ചില്ലേ ആടിനെ ഇട്ട് ഇളക്കുന്നത് പോലെ ഇളക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. ആര് വന്ന് ആദ്യം കേൾക്കുന്ന വചനം അനുസരിക്കണം. ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കുക. അത് പ്രസംഗിക്കുന്ന ഞാനാന്നേലും കേൾക്കുന്ന നിങ്ങളാന്നേലും രക്ഷകയുടെ ദൂത് കേട്ടിട്ട് അനുസരിച്ചില്ലെങ്കിൽ ശാപം വരും. സ്നാനം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാ. അത് കേട്ടിട്ട് അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ശാപമാ. അഭിഷേകം പ്രാപിക്കണമെന്നുള്ളത് ദൈവ പ്രമാണമാ. അതിന് വാഞ്ചയും ആഗ്രഹവും താല്പര്യമില്ലെങ്കിൽ അത് ശാപമാ. വേർപാട് പാലിക്കണമെന്നുള്ളത് വേറെ പുസ്തകത്തിന്റെ പ്രമാണമാ. അത് പാലിക്കാതെ പിന്നെയും കടുംപിടുത്തത്തോടെ പോയാൽ എനിക്കും നിങ്ങൾക്കും ശാപമുണ്ടാകും. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് പറയാ, നമുക്കാർക്കും ശാപമുണ്ടാകരുത്. അതിനെന്തോ ചെയ്യണം? കേൾക്കുന്ന വചനം അനുസരിക്കണം. ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് അഭിപ്രായം പറഞ്ഞു പോകുകയല്ല, മാർക്കിട്ടേച്ച് പോകുകയല്ല. അയ്യോ, അത് എന്നോടുള്ള ദൂതാ, എന്നോടാ ദൈവം സംസാരിച്ചത്, എൻ്റെ കുടുംബത്തോടാ സംസാരിച്ചത്, ഞാൻ ഇന്നു മുതൽ അങ്ങനെ ആകും, ഞാൻ ഇന്നു മുതൽ അങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുക, അതിനുള്ള കൃപ ദൈവം തരണമെന്ന് പ്രാർത്ഥിച്ച് ആ നിലയിൽ പോയാൽ നിന്റെ സകല ദോഷവും മാറും.
അപ്പൊ ശാപം വരാനുള്ള കാര്യം ഓടിച്ച് വായിച്ചോ. യിരെമ്യാവ് 11:1-2 വായിച്ചു. ഇനി 17:5 ശാപം വരാനുള്ള രണ്ടാമത്തെ കാര്യം ഓടിച്ച് വായിക്കാം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, പിന്നെ മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഒറ്റ വാക്ക് പറഞ്ഞാൽ എന്റെ കൈമിടുക്ക് കൊണ്ട് എന്റെ കഴിവ് കൊണ്ട് ഇത് നേടിയെന്ന് നീ പറയരുത്. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ ഭുജമാക്കി ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറി, അത് ശാപമാണ്. എന്ത് ചെയ്താലും പറയണം അവിടുത്തെ കൃപയുള്ളത് കൊണ്ടാണ്, അവിടുന്ന് അനുവദിക്കുന്നത് കൊണ്ടാണ്. എല്ലാത്തിനും നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മുടെ കൈമിടുക്ക് കൊണ്ടോ മിടുക്ക് കൊണ്ടൊന്നും നേടിയതല്ല അത് വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും അങ്ങനെ കാണിക്കണം. വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, ഹൃദയവും ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഏത് സമയത്ത് നീ ദൈവസന്നിധിക്ക് ഞാനും നിങ്ങളും താഴ്മയോടെ നടക്കണം, വിനയത്തോടെ നടക്കണം. പറയണം നമ്മുടെ മിടുക്കോ സാമർഥ്യമോ കുടുംബശ്രേഷ്ഠതയോ വിദ്യാഭ്യാസത്തിന്റെ നിപുണതയോ രാഷ്ട്രീയ പിടിപാടോ നമ്മുടെ കായബലം കൊണ്ടോ പൊളിറ്റിക്കൽ ബലം കൊണ്ടോ സാമുദായിക ബലം കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടോ ഒന്നും കിട്ടിയതല്ല, ദൈവത്തിന്റെ കൃപയാ. മനുഷ്യനെ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ മിടുക്കാന്ന് ഒരിക്കലും പറയരുത്, ദൈവത്തിന്റെ കരുണയാ. ശാപം വരാൻ മൂന്നാമത്തെ കാര്യം യിരെമ്യാവ് 48:10 അറിവുള്ള വാക്യമാ, വായിച്ചു. 48:10 വൈരുമോളെ. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഈ കർത്താവിന്റെ വേലയൊന്നും ഉദാസീനതയോടെ ചെയ്യരുത്. ഒരു ട്രാക്ട് കൊടുത്താലും നല്ല സന്തോഷത്തോടെ കൊടുക്കണം. ഇത് 5000 ട്രാക്ട് ഞാൻ വിതരണം ചെയ്തു, ക്രെഡിറ്റ് എടുക്കാനല്ല. 5000 ഒന്നും നീ കൊടുക്കണ്ട, ഒരെണ്ണമേ കൊടുത്തോളെങ്കിലും അത് നല്ല മനസ്സോടെ നല്ല മനസ്സാക്ഷിയോടെ സന്തോഷത്തോടെ കൊടുത്താൽ അതിനാ അവിടെ മാർക്ക്. നീ ഇത്ര പരസ്യോഗം നടത്തിയെന്നൊന്നും വീരസ്യം പറയണ്ട. ചില പറയുന്നു 380 പരസ്യോഗം. ഉണ്ണി അടുത്ത പുള്ളി 5300. 5300 ഞാൻ എതിരല്ല, ഒത്തിരി ഒന്നും നടത്തില്ല. നടത്തുന്നതിനോടൊരു ആത്മാർത്ഥത വേണം. ചില ചുമ്മാ നിന്ന് ഒരു കുഞ്ഞുങ്ങൾ ഏരിയായി പോലും, എന്നിട്ട് പിന്നെ ഫേസ്ബുക്കിൽ 380. വേറെ 1-2 പേരെ എനിക്കറിയാം, പുള്ളി പാട്ടങ്ങോട്ട് ഇട്ടേച്ച് എല്ലാവരുടെയും പ്രസംഗം ഇട്ടേച്ച് പുള്ളി അതിലെല്ലാം നടക്കും, അതവിടെ അങ്ങ് നടന്നോളും. അത് കുഴപ്പമില്ല, എന്നാലും ഇതിനോടൊരു ഒരു അത് പ്രസംഗിച്ചു ഇട്ടേച്ചു, അതിനിടയ്ക്ക് പരസ്യവും കയറി വരും. ക്രെഡിറ്റ് എടുക്കുക ഇത്ര നടത്തിയെന്ന്. അത് ഞാൻ എതിരല്ല, നടത്തിക്കോ നല്ല കാര്യം, പക്ഷേ ചെയ്യുന്നതിനോടൊരു ആത്മാർത്ഥത വേണം. ചില പറയാനുണ്ട്, ഞാൻ 1300 വിവാഹം നടത്തി. 1300. ഇയാളുടെ ക്രെഡിറ്റ് കൊണ്ടല്ലേ, ഇയാൾ നേതാവായതുകൊണ്ട് പേടിച്ചെല്ലാവരും പേടിച്ച് വിളിച്ചതാ. ലോക്കൽ പാസ്റ്റർ കൊണ്ട് നടത്തിയ വെച്ചേക്കുവോ, നല്ല ഏലായി, പേടിച്ച് നടത്തിച്ചതാ. അവിടെ ഞാനൊന്നും വിവരിക്കുന്നില്ല. 2 എണ്ണോ നടത്തിയോളെങ്കിലും അതുങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, ഉദാസീനത പാടില്ല. ഒരു പാട്ട് പാടിയാൽ നല്ല ആത്മാർത്ഥതയോടെ പാടണം. വാദ്യോപകരണങ്ങൾ വായിക്കുക, അതൊരു ശുശ്രൂഷയാണ്. ആത്മാർത്ഥതയോടെ അവർ ചെയ്യുന്നുണ്ട്. വാക്യം വായിക്കുക, മോള് ഗസിയ വായിക്കുന്നുണ്ട്, ആത്മാർത്ഥതയോടെ. ഏത് കാര്യം ചെയ്താലും ഉദാസീനതയോടെ ചെയ്യരുത്. അത് ദൈവവചനം പ്രസംഗിച്ചാലും പറയാൻ കാര്യത്തിൽ ഉറപ്പുണ്ടായിരിക്കണം. ചില പ്രസംഗിക്കുന്നില്ലേ, ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, നീ ഏത് പൊന്നുമോനാന്നേലും പൊടിമോനാന്നേലും നീ അവൻ അഭിഷേകം പ്രാപിക്കണം. അത് തീർത്ത് പറയണം. ഞാൻ പറയുന്നില്ല, അത്ര മതി.
ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ, ചുമ്മാ ഇരിക്കല്ലേ, പൂരിപ്പിക്കും. പറയുന്ന കാര്യത്തിൽ തീർപ്പുണ്ടായിരിക്കണം. രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം തീർത്ത് പറയണം. അവരെന്തോ ചിന്തിക്കും, മറ്റവരെന്തോ ചിന്തിക്കും, അവരുടെ അഭിപ്രായം. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. സ്വർഗമെന്തോ പറയുന്നു, അവിടെ ചെന്നാ പ്രതിഫലം വാങ്ങുന്നത്. പ്രതിഫലങ്ങൾ വിഭാഗിക്കും തൻപേർക്കായി പാർത്തല്ലേ വിശ്വസ്തരായി ജീവിതം ചെയ്താൽ ശുദ്ധിമായി മാർഗണം ഇടും സമ്മാനം ആസദസിൽ. സമ്മാനം ആസദസിൽ. ഓ ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ തീർന്നു പോന്നു, ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ തീർന്നു പോകും. ഓ മനസ്സനാകണം ഓടി നിന്ന് അത്ഭുതം പെട്ടിടും ആസദസിൽ. മനസ്സനാകണം അത്ഭുതപ്പെട്ടിടും ആസദസിൽ. എന്റെ സഹപഠന്മാരോട് ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം. സഭക്കാരുടെ അഭിപ്രായത്തിനല്ല പ്രസംഗിക്കുന്നത്, കമ്മിറ്റി പറയുമ്പോൾ അല്ല പ്രസംഗിക്കുന്നത്, കൗൺസിലിന്റെ തീരുമാനമല്ല. വേറെ പുസ്തകം എന്തോ പറയുന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പോ കണക്ക് കൊടുക്കേണ്ടതാ. അതുകൊണ്ട് പറയുന്ന കാര്യത്തിൽ ഉറപ്പുണ്ടായിരിക്കണം. അതങ്ങനെ തന്നെ, അതിനൊന്നും മാറ്റമൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഉദാസീനതയോടെ വേല ചെയ്യരുത്. ഉദാസീനതയോടെ വേല ചെയ്താൽ അവൻ ശപിക്കപ്പെട്ടവനാ. ഒറ്റപ്പാട്ട് പാടാൻ ആയുസിൽ അവസരം ലഭിച്ചോളാം, നന്നായി പാടിക്കോണം. ഒറ്റ പ്രാവശ്യമേ എനിക്ക് ഇന്ന് കൈയടിക്കാൻ മേല. ഇന്നലൊരു ചെറിയ അപകടമുണ്ടായതിൻ്റെ ഒരു സ്റ്റിച്ചുമൊക്കെ ഇട്ടിരിക്കുക, അതുകൊണ്ട് കൈയടിക്കുന്നു. സഭായത്തിനും കൈയടി. എനിക്ക് അതിനെ വലിയ ബുദ്ധിമുട്ടുവാ. ചിലക്ക് ഒരു ബുദ്ധിമുട്ട് വരും. കുഞ്ചുകൂട് പിരിക്കുമ്പോൾ ഈ കയ്യൊക്കെ തന്ന ദൈവത്തെ മഹത്വപ്പെടുത്താനാ. ഉദാസീനതയോടെ വേല ചെയ്യരുത്. വേല ചെയ്ത ശാപമുണ്ടാകും. കർത്താവിൻ്റെ വേല തീഷ്ണതയോടെ ചെയ്യണം. യഹോവ തീഷ്ണനാ. ദൈവത്തെ ആരാധിക്കുന്നവർ തീഷ്ണതയോടെ ആരാധിക്കണം. അനി അധിക നാളൊന്നുമില്ല, ഉള്ള നാള് ആമ ശക്തിയോടെ കർത്താവിൻ്റെ വേല ചെയ്യണം. അലസരായിട്ട് ഉദാഹരണം മടി പിടിച്ചൊന്നും ഇരിക്കരുതെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ സമയം വെറുതെ കളയുകയല്ല. കളയത്തില്ല ഞാൻ. യോ സമയം വിലപ്പെട്ടതാ. ചെല്ലു ചുമ്മാ ഇരുന്ന് സമയം കളയുന്ന കാണാം. യോ എനിക്ക് വലിയ സങ്കടമാണ് സമയം കളയുന്നത്. വെറുതെ അങ്ങനെ കളയരുത്. ഞാൻ എൻ്റെ സമയം പോകുന്നുണ്ടെങ്കിൽ അത് ഉറങ്ങുന്ന സമയത്തേ ഉള്ളൂ. അത് അത്യാവശ്യമാണല്ലോ. വൈദ്യശാസ്ത്രമൊക്കെ പറഞ്ഞ് 8 മണിക്കൂർ ഉറങ്ങണമെന്ന്. എനിക്ക് അത്ര ഓക്കുന്നില്ല, ഒരു 4 മണിക്കൂർ. പിന്നെ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിലിരുന്ന് ചിലപ്പോൾ ഒക്കെ വന്ന് മയങ്ങും, അല്ലാതെ ഉറങ്ങും. അതുകൊണ്ടെന്നെ പറഞ്ഞ് വട്ട് പിടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു നിനക്ക് വട്ട് പിടിച്ചതിലെ അലഞ്ഞു കിടക്കുന്ന ഞാൻ ചിലപ്പം എനിക്കൊരു കുഴപ്പവും വരിക, ഒരു കുഴപ്പവും വരികയല്ല. സമയമൊന്നും വെറുതെ കളയരുത്. സ്തോത്രം സ്തോത്രം. നഷ്ടപ്പെടുന്ന സമയം പിന്നെ തിരിച്ചു കിട്ടത്തില്ല. കണ്ണിന് കാഴ്ചയുള്ളപ്പം വേദപുസ്തകം വായിച്ചോണം. കൈയടിക്കാൻ ആക്കമുള്ളപ്പോൾ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശബ്ദമുള്ളപ്പോൾ ഉറക്കെ ദൈവത്തെ സ്തുതിച്ചോണം. നടക്കാനും വരാനും ആക്കോ ആരോഗ്യം ഉള്ളപ്പോൾ യോഗത്തിന് വന്നുകൂടി സംബന്ധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്തെങ്കിലും കൊടുക്കാൻ ആമൻ സാവകാശം ഉണ്ടെങ്കിൽ കൊടുത്തോണം നന്നായിട്ട്. ലഭിക്കുന്ന സമയമെല്ലാം തക്കത്തിൽ ഉപയോഗിക്കണം. സമയം നഷ്ടപ്പെടുത്തി കളയരുത്, ദുഷ്കാലമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യരുത്. തീഷ്ണതയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഓടിച്ച ഭാഗം അങ്ങ് അവസാനിപ്പിക്കുക. ഏതാ ശാപം വരാൻ കാര്യം? കർത്താവ് ഇനി ശാപം വരാൻ കാര്യം മലാക്കി പ്രവചനം എടുത്തു വായിപ്പിക്കുന്നില്ല. ദശാംശത്തിലും വഴിപാടിലും കളവ് കാണിക്കുക, അത് ശാപമാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ദശാംശമല്ല, ഓഹരിയാണ്. ദൈവം നമുക്ക് തരുന്നതിനൊക്കെ ഓഹരി കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യണം. അത് അങ്ങനെ ചെയ്തില്ലേ ശാപമുണ്ടാകുമെന്നാ. മാത്രമാണോ ദുരുപദേശം പ്രസംഗിച്ചാൽ ശാപമാണ്. ദുരുപദേശം, ശരിയായ ഉപദേശം ഇതിനകത്തുണ്ടല്ലോ. അത് മറച്ചു വെച്ചേച്ച് കണ്ണടച്ചേച്ച് മൂടി നടന്നേച്ച് ദുരുപദേശം പഠിപ്പിച്ചാൽ അത് ശാപമാണ്. ആ ഗലാത്യ ലേഖനം 1:8-9 വായിച്ചേ മോളെ. പെട്ടെന്ന് ഭാഗം ഞാൻ എനിക്ക് തന്ന സമയത്ത് ഞാൻ നിർത്തും, നിങ്ങൾ വെപ്രാളപ്പെടരുത്. വായിച്ചേ മോളെ. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-9.
എൻ്റെ കൊച്ചെ വായിക്ക്, സമയം പോകുന്നു. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അവൻ ശപിക്കപ്പെട്ടവനാ. അങ്ങനെ ഉണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ സുവിശേഷത്തിന് ഒരു സത്യമുണ്ട്. ഇതിന് വിപരീതമായിട്ട് ഒരുത്തൻ വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാ. എന്തുവാ സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളുമായുള്ളവര് ഇത് കേൾക്കണം. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഇത് രക്ഷയുടെ മാർഗമാണ്, ഇത് സമാധാനത്തിന്റെ മാർഗമാണ്, ഇത് നിത്യനരകത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന മാർഗമാണ്. എന്താ സുവിശേഷത്തിന്റെ ഉപദേശം? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശകെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ഓരോ ദിവസവും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോട് ജീവിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങണം. അതിനകത്തെ പ്രധാനപ്പെട്ട ഉപദേശം ആ വേർപാട്. ഇപ്പൊ അതൊന്നും പറയത്തില്ല, രക്ഷ മാത്രം പറയും. രക്ഷ മാത്രം പറഞ്ഞാൽ സുവിശേഷമാകുകയല്ല, വേർപാട് പറയണം. വേർപാട് ആരാ ഇപ്പൊ പറയുന്നത്? വേർപാട് പറയുന്നത് തന്നെ വലിയ പാടാ. ഈ വേർപാടിൻ്റെ ഉപദേശം എല്ലാവർക്കും ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ ലോകക്കാരെ പോലെ ജീവിക്കരുത്. അവർ തെറി പറയുമ്പോൾ നീ പകരം തെറി പറയരുത്. അതൊക്കെ വേർപാട്. ഇവിടെ ഇരിക്കുന്നതിനൊക്കെ തെറി അറിയാവുന്നതാ. ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. നല്ല പിന്നെ ആയ കാലത്തൊക്കെ നല്ല ഞങ്ങളുടെ സഭയിലൊരു തള്ള വരുമായിരുന്നു, ഇപ്പം വരുന്നില്ല. ആൾ എന്നോടാ പറഞ്ഞത്, പാസ്റ്ററെ എൻ്റെ നല്ല ഫസ്റ്റ് ക്ലാസ് തെറിയിരിപ്പുണ്ട്. ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഒത്തിരി നാൾ കൂടുതൽ നമ്മുടെ വീട്ടിൽ വന്നു. പിന്നെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, അമ്മച്ചി ഭക്ഷണമൊക്കെ കഴിച്ച് വെച്ചേ പോകുള്ളൂ, എനിക്ക് പാസ്റ്ററോട് ഒരു ഗുണക്കവും ഇല്ല. ഞാൻ പറഞ്ഞു, എനിക്കും ഇല്ലല്ലോ, ചെയ്യേണ്ടതെല്ലാം ചെയ്താവട്ടെ. ആ തള്ള എന്നോട് പറഞ്ഞത് എൻ്റെ നല്ല ഫസ്റ്റ് ക്ലാസ് തെറി. ഞാൻ പറഞ്ഞു, തള്ളേ പറയരുത്. ഇല്ല, ഞാൻ പറയത്തില്ല, എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു. നല്ല ഫസ്റ്റ് ക്ലാസ് തെറി. ഇപ്പം ഞാൻ പറയത്തില്ല. അതാ വേണ്ടത്. സ്തോത്രം. എല്ലാത്തിലും വേർപാട്. സംസാരത്തിൽ, പ്രവർത്തനങ്ങളില്, ജീവിതചര്യയില്. എല്ലാവരും ജീവിക്കും പോലെ നീ ജീവിക്കരുത്. നീ വേർപെട്ട് വേണം ജീവിക്കാൻ. മനസ്സിലായോ? എല്ലാവരും തുള്ളുന്നിടത്ത് പോയി നീ തുള്ളരുത്. ഞങ്ങളുടെ അമ്മ പറയും, എടാ ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പോകരുതെന്ന്. അമ്മ രക്ഷിക്കപ്പെട്ടതല്ല, പക്ഷെ അമ്മയ്ക്ക് അറിയാമായിരുന്നു വേർപാട് ഉപദേശം. മനസ്സിലായോ? ഇത് യുവജനോത്സവത്തിന് പോയി, സ്കൂൾ കലോത്സവത്തിന് പോയി, കുച്ചിപ്പുടി, പിന്നെ കിച്ചിപ്പിടി, എന്തൊക്കെയാണോ, ഒപ്പന, പിന്നെ ഉണ്ണിയാർച്ച. ചുരിക സഭയ്ക്ക് എന്താ ചുരിക? സകല കേസിനകത്തും പോകുകയല്ലേ? ഇല്ലേ? സകല കേസിനകത്തും. വസ്ത്രധാരണത്തിലുണ്ടായിരിക്കണം വേർപാട്. സംസാരത്തിൽ, ജീവിതചര്യയിൽ, ഇടപാടിൽ, സഹകരണങ്ങളിൽ, എല്ലാത്തിലും വേർപാട് വേണം. പോയി സിനിമയൊന്നും കാണരുത്. ഇപ്പൊ തിയേറ്ററിൽ പോകേണ്ട വീട്ടിൽ തന്നെ ഉണ്ട്. വീട്ടിൽ തന്നെ അല്ലല്ലോ, കയ്യിലിരിക്കുകയല്ലയോ. വേർപാട് പാലിക്കണം. എല്ലാം കൂടാനും എല്ലാം ആടാനും എല്ലാം കുടിക്കാനും എല്ലാം ചെയ്യാനും ദൈവമക്കൾക്ക് പ്രമാണമില്ലെന്ന്. ഇത് വേർപാടിൻ്റെ ഉപദേശമാണ്. സകല എണ്ണത്തിനകത്തും പോയി തലയിടുകയല്ലേ. എന്നുവെച്ചാൽ ഞായറാഴ്ച ആകുമ്പോൾ ഇന്നാൾ പറഞ്ഞ പോലെ ചങ്ങാടം തള്ളിക്കൊണ്ട് വരും പോലെ വരിക. എന്നുവെച്ച് ഹോളിൻ്റെ വെളിയിൽ നിന്ന് നോക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് വലിയവരും കയറി. എന്നാലോ മനസ്സിലായി ഇവൻ വലിയ പൂളോനാന്ന്. ഇത് വേർപാട് പാലിക്കണം. ശരിക്കും സുവിശേഷം അറിയിക്കണമെന്ന്. ഇത് പറയാതെ പൊത്തി പറയുന്നവനെല്ലാം ശാപം ഉണ്ടാകും. പണം നോക്കി, പൊസിഷൻ നോക്കിയേ, ഞാനത് പറഞ്ഞാൽ എൻ്റെ സാധനം പോകും, ഞാനത് പറഞ്ഞാൽ അവർക്ക് എന്നോട് ഇഷ്ടം വരികയല്ല, മറ്റേ സഭക്കാർ എതിരാകും, മറ്റവർ പിണങ്ങും. ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. നീ ഇത് തീർത്ത് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് ശാപമാണ്. ഇത് സ്വർഗത്തിൽ കണക്ക് കൊടുക്കേണ്ടതാണ്. സ്വർഗത്തിൽ ഒരുവൻ ഇരിപ്പുണ്ട്. ഒരു ദിവസം ചെന്ന് ന്യായം പറയേണ്ട ദിവസമുണ്ട്. അതുകൊണ്ട് സംഘടനയെ നോക്കി നീ പറയാതിരിക്കരുത്, സഭക്കാരെ നോക്കി പറയാതിരിക്കരുത്, നേതാക്കന്മാരെ നോക്കി പറയാതിരിക്കരുത്, നിന്റെ കസേര തെറിക്കുമെന്നോർത്ത് പറയാതിരിക്കരുത്. ഇത് തീർത്ത് കാര്യം പറയണം.
അപ്പൊ ഈ ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വിപരീതമായിട്ട് വായിച്ചേ മോള് 8:9 ഒന്നുകൂടെ വായിച്ചേ, എല്ലാരും കേക്കട്ടെ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാ. അതുകൊണ്ട് തീർത്ത് എന്റെ സഹോദരന്മാരോട് പറയുകയാ, നമ്മളെ വിളിച്ചത് ദൈവമാ, ഈ ശുശ്രൂഷയ്ക്കാക്കിയത് ദൈവമാ. ഒരു വഴി അടച്ചാൽ വേറെ 9 വഴി ദൈവം തുറക്കും. ഇത് തീർത്ത് കാര്യം പറഞ്ഞെങ്കിൽ ശാപം ഉണ്ടാകും. അതുകൊണ്ട് ശാപം ആർക്കും വരരുത്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഭാഗം വിടാം. ശാപം വരാം. മൂന്നാമത്തെ കാര്യം 3 അത് മുമ്പേ പരാമർശിച്ചതാ. പത്രോസിന്റെ 2-ാം ലേഖനം 2:14 മുതലൊന്ന് വായിച്ചേ. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരതയില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാരാ ഇവര്. ആരാ അവര്? കള്ളപ്രവാചകൻ, കള്ള ഉപദേശി, കള്ളത്തരം കാണിക്കുന്നവൻ, കള്ള ഉപദേശം പറയുന്നവൻ, ഇവനെല്ലാം ശപിക്കപ്പെട്ടവനാ. മോളെ 2:1 മുതൽ വായിച്ചേ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ അവിടെ തകിട് വെച്ചിട്ടുണ്ട്, ഉരുളി കമത്തിയിട്ടുണ്ട്, അവിടെ പൂവമ്പഴം വെച്ചിട്ടുണ്ട്, അവിടെ ബന്ധന ഉണ്ട്. മൊത്തം അങ്ങ് മുണ്ടല്ലേ. പണ്ടൊരാളെ പറഞ്ഞ് പെന്തിക്കോസുകാർക്കാ കൂടുതൽ മുണ്ട്. ബന്ധനമുണ്ട്, രോഗമുണ്ട്, ക്ഷീണമുണ്ട്, ഇഷ്ടം പോലെ മുണ്ടുമായിട്ടാ ഇതുങ്ങൾ. കൂടോത്രം മുണ്ട്, ബന്ധനമുണ്ട്, പല ടൈപ്പ് മുണ്ടാ. എന്നെ എല്ലാവരും ഒരു പരുവക്കേട് പോലെ. കള്ളത്തരം ചതിവൊന്നും പറയരുതെന്നായി പറഞ്ഞത്. എല്ലാവരും അല്ല. ഇന്നും പ്രവചന ശുശ്രൂഷ കൊണ്ട് നന്നായി പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവരുമുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുക. പക്ഷെ ഇത് ആദായ സൂത്രമാക്കുന്ന ആൾക്കാരുമുണ്ട്. ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു പറയാരാ താമസിക്കുന്നത്. ഈ പെണ്ണുങ്ങളെ പെട്ടെന്ന് പിടികിട്ടും. എന്നാ പെണ്ണ് അപ്പൊ ഇവന് മനസ്സിലായി ഈ ചേമ്പ് ഈ കലത്തിനകത്ത് വേകും. ഉടനെ എന്നാ ചില വിഷയങ്ങളുണ്ട്. ഉണ്ടോ? ഉടനെ അടുത്തത് എന്നാ പാസ്റ്റർ, നിങ്ങളുടെ ഉയർച്ചയ്ക്കെതിരെ അവരാ, സ്വന്തം അനിയൻ. ഇവനെ വീട്ടിൽ കയറ്റാവോ? എടാ, ഒരു കുടുംബത്തിൽ ചെന്ന് കലകമാണോ ഉണ്ടാക്കുന്നേ? ആണോ? ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയാണോ അതിന്റെ പരിഹാരം? എത്ര കുടുംബമാ ശിഥിലമായെന്നറിയാമോ? സഹോദരങ്ങൾ തമ്മിൽ അയ്യോ ചേട്ടത്തിയോട് ദൂത് പറഞ്ഞത് അനിയത്തിയോട് എന്ന് പറഞ്ഞു. അവസാനം പ്രശ്നമായി. ആളെ തെറ്റിപ്പോയതാ. പിന്നെ ഉപദേശിച്ച് ഓട്ടോ പിടിച്ചു എന്ന്. അപ്പൊ അനിയൻ പറഞ്ഞു കണ്ടിക്കുമെന്ന് പറഞ്ഞവനെ. അപ്പം വേറൊരാൾ എന്ന് പറഞ്ഞു പെട്ടെന്ന് ചെന്നു അവൻ അടഞ്ഞു നിൽക്കുക. വെളുപ്പാങ്കാലത്ത്, കൊച്ചു വെളുപ്പാങ്കാലത്ത് വല്ല് പോലും തേക്കാതെ ഓട്ടോ പിടിച്ചു. വല്ല കാര്യമുള്ള കാര്യമാണോ? അയ്യോ, ഇത് കലക്കത്തിന്റെ ആത്മാവല്ല, ഇത് ചിത്രിപ്പിന്റെ ആത്മാവല്ല, ഇത് സ്നേഹത്തിന്റെ ആത്മാവാ. ഈ ശുശ്രൂഷ നിരപ്പിന്റെ ശുശ്രൂഷയാണ്. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ ഇടിച്ചുവല്ലോ. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ സ്വയമതിലില്ല ഭയമതിലില്ല, സ്വയമതിലില്ല ഭയമതിലില്ല. താതൻ തൻ ഗീതത്തെ തികപ്പതിനായി സ്വയമതിലില്ല ഭയമതിലില്ല. താതൻ തൻ ഗീതത്തെ തികപ്പതിനായി യേശുവേ ഞാൻ കണ്ടിടുന്നു. കൺമണി പോലെന്നെ കാക്കുന്നോനാ, കൃപയിൽ നിറവായി കരുണമയൻ
എന്നൂരാ ചെയ്ത് പോയ എൻ പ്രാണനാഥൻ വാക്ക് മാറുകില്ല, താമസിക്കുകില്ല, വാക്ക് മാറുകില്ല, താമസിക്കുകില്ല. വാഗ്ദത്തം പോൽ വാനിൽ വെളിപ്പെടുമേ, വാക്ക് മാറുകില്ല, താമസിക്കുകില്ല. വാഗ്ദത്തം പോൽ വാനിൽ വെളിപ്പെടുമേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് നിരപ്പിന്റെ ശുശ്രൂഷയാ, നിരപ്പിന്റെ ശുശ്രൂഷ. ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരും കള്ളപ്രവാചകന്മാരുമുണ്ട്, ഒറിജിനലും ഉണ്ട്. ഇവിടെ കള്ളപ്രവാചകന്മാരെ പറ്റിയാ വായിച്ച മോളെ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. പിന്നെ അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. ഇത് പലരും അനുകരിക്കും. കൊള്ളാം. അടുത്തത്. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. ഈ നാമം ദുഷിക്കപ്പെടും ഇവര് നിമിത്തം. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. നിങ്ങളെ വെച്ചായിരിക്കും ഒരു രോഗസൗഖ്യം നടന്നാൽ മതി, പിന്നെ ഉള്ള സ്റ്റേജിലെല്ലാം നിങ്ങളാ. ബ്രദറിന് എന്തോ സംഭവിച്ചു, ഉടനെ അവൻ ഈ ബ്രദർ ആ ബ്രദറുമായിട്ട് വന്നപ്പോൾ ഈ ബ്രദറിനെ പിന്നെ ഇവന് വിടവ് കൊടുക്കുകയല്ല, ഇവന് കൊടുക്കത്തില്ല. ഈ ബ്രദറിനെ ദൈവ സൗഖ്യമാക്കി, ഈ ബ്രദർ അങ്ങനെയാണ്, ഈ ബ്രദർ എന്നെ നാടാ ചുമ്മാ കിടന്ന് വല്യപ്പനെ കയറിയ ബ്രദർ 85 വയസ്സുള്ള സിയോൻ ബംഗ്ലാവിലെ പേരും അനിയച്ചായനെ 18 വയസ്സുള്ള ബ്രദറിന്റെ വീട് എവിടാ? ഇവന് വല്ല തലയ്ക്കകത്ത് ആള് താമസമുണ്ടോ? നടന്ന കാര്യമാണ്. ചങ്ങനാശ്ശേരി വെച്ച് നമ്മുടെ LIC അനിയച്ചാൻ എന്ന് പറയും, സിയോൻ ബംഗ്ലാവിലെ 19 വയസ്സുണ്ട് അനിയച്ചായന്. നല്ലൊരു മനുഷ്യനെ. BA തമ്പിച്ചൻ്റെ കൂടെ ആരംഭകാലത്ത് ചങ്ങനാശ്ശേരി വേലയ്ക്ക് ചുമല് കൊടുത്തയാളാ. നല്ല ഭക്തനായ മനുഷ്യൻ. പോൾസം പാസ്റ്റർക്ക് അറിയാം, കണ്ടിട്ടില്ലയോ? പിന്നെ പമ്മിയിരിക്കുന്നത് പറ. നല്ല മനുഷ്യനാ അനിയച്ചാൻ. അടുത്ത കാലത്താണ് കടന്നു പോയത്. നല്ലൊരു മനുഷ്യൻ. അപ്പം ഈയിടെ ഈ പുതുതായിട്ട് വന്ന ഒരു പയ്യനെ, അവന് 10-18 വയസ്സ് കാണുമായിരിക്കാം. ഞങ്ങളെല്ലാം കൂടി ഇരിക്കുമ്പോൾ അവൻ അനിയച്ചനൊക്കെ ബ്രദർ എവിടാ? ഇവൻ എന്ത് കാശിന് ബോധമുള്ളവനാണ്. അപ്പനേതാ വല്യപ്പനേതാന്നറിയാൻ മേലാത്ത അവൻ ഭയങ്കര വചനമാകട്ടോ. ഏതാ അതിന് ബ്രദർ 85 വയസ്സുള്ള പുള്ളിനെയോ? വീട് വിട്ടു പോയവനും തിരിച്ചപ്പ അപ്പാന്നാ വിളിച്ചത്. നാടൻ ഭാഷ പറഞ്ഞ അപ്പച്ചാ, അല്ല ബ്രദറെ ഞാൻ അങ്ങോട്ടൊന്ന് വരിക, ഞാൻ ബ്രദറിനോടും നിന്നോടും. ഇവനൊക്കെ ഭ്രാന്താന്ന് ചുമ്മാ. ഈ വെളിവ് വേണം, അത് അത്യാവശ്യമാണ്. ഇങ്ങനെ നിങ്ങളെ വെച്ച് വാണിഭമാക്കും. ഒരു രോഗശാന്തി നടന്നാൽ മതി, പിന്നെ എല്ലാ സ്റ്റേജിലും നിങ്ങളെ കൊണ്ടുപോകും, നിങ്ങളെ കൊണ്ട് സാക്ഷി പറയിപ്പിക്കും. അങ്ങനെ പറയിപ്പിക്കുന്ന യവന്റെ അക്കൗണ്ടിൽ എന്തോ ഇപ്പൊ ഒരു പേരുണ്ടല്ലോ, ഗൂഗിൾ അല്ല എഴുതി വെച്ചിട്ടില്ല, സഭയുടെ മുന്നിൽ അകത്ത് കയറില്ല, ഇത് കാണിച്ചു നീ പൊക്കോ. നീ അകത്ത് കയറണ്ട, അതൊന്നും അവർക്ക് വിഷയമല്ല. ബിസിനസ്സാണ് ഇതല്ല. ഇതിന്റെ നടുവിലും ജീവിക്കുന്ന ദൈവമക്കളുണ്ട്. ഇതിന്റെ നടുവിലും പരമാർത്ഥതയോടെ നിൽക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇത് കൗശലവാക്കൊക്കെ പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കുമെന്ന്. അതല്ലേ ചില പിടിപ്പും പത്രാസും ഉള്ളവൻ പ്രാർത്ഥനയ്ക്ക് വന്ന അരി ആട്ടും പോലെ ഭയങ്കര ദൂതാ. പിന്നെ ചില വിഷയങ്ങൾ ഹല്ലേലൂയ. അത് അവർ പെട്ടെന്ന് തങ്കച്ചൻ വന്ന് പ്രൈസിലോട് തങ്കച്ചന് സ്തോത്രം. തങ്കച്ചന് കൂടുതൽ 10 റവർ കൂടെ കിട്ടും. അല്ല എന്നാ വാണിഭമാണ്, വാണിഭം എന്ന് ഞാൻ വിവരിക്കുന്നില്ല, വായിക്കുമോളെ. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. കുഴപ്പമില്ല. അടുത്ത വാക്യം വായിക്കും.
പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി അതായത് ആരോട്ട് പഠിച്ചു വരുമ്പോൾ കള്ളപ്രവാചകന്മാര്, ദുരുപദേശകന്മാര്, കൗശലക്കാര്, വാണിഭക്കാര്, സഭയ്ക്കകത്ത് ഭിന്നത ഉണ്ടാക്കുന്ന ഇവരുടെ ലിസ്റ്റ് അങ്ങോട്ട് ഇട്ടേച്ച് 18 വാക്യം ഇനി വായിര്. ഇപ്പോൾ 18 വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ ഇവർ വെറും അമ്പ് പറഞ്ഞ് 14 മുതൽ വായിച്ചോ മോളെ. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും എത്ര കണ്ടിട്ട് മതി വരുന്നില്ലല്ലോ. ഞാൻ സ്ഥലവും പേരും പറയുന്നില്ല. ഒരു സ്ഥലത്ത് യോഗം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു അച്ചായം വന്നതിനോട് 10-80 വയസ്സ് കാണുമായിരിക്കാം. പുള്ളി പറഞ്ഞു മറ്റേ കാര്യം എന്തുവാ? ഞാൻ ചോദിച്ചാൽ എൻ്റെ ഫോൺ ചെറുതായതുകൊണ്ടൊന്നും കാണാൻ മേല. കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ കാണിച്ചു തന്നില്ലേ, അത് കക്ഷി ചെറിയ ഫോണാണ്. അപ്പം ഞാനിനി ഫോണും മേടിച്ചു കൊടുക്കണം പുള്ളിക്കതല്ലേ. എത്ര കണ്ടിട്ടും പണ്ട് ഉണ്ണായിവാരിലാണ് ആരാ കണ്ടോളം കൺകുളിർക്കണി ഭവന മനോരാഗ് രാജലക്ഷ്മി കണ്ടാശിലയും കലർന്നുള്ളിൽ വിലസമതി രണ്ടാരം കൊണ്ട് പൂർണ്ണ. അത് കണ്ടോളം കൺകുളിർക്ക കണിഭവന മനോരാജി രാജലക്ഷ്മി കണ്ടാശിലയും കലർന്നുള്ളിൽ വിലസമതുവാന അഭിരാമ ഷണ്ടാരം കൊണ്ട് പൂർണ്ണ. പണ്ടൊരു പഠിച്ചതാ. എത്ര കണ്ടിട്ടും അങ്ങോട്ട് മതി വരുന്നില്ല. അവര് വ്യഭിചാരികളെ അല്ലെന്ന്, വ്യഭിചാരിണികളെ അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും അങ്ങ് രസിക്കുക. പിന്നെ പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും. എത്ര കണ്ടിട്ടും തൃപ്തി വരുന്നില്ലല്ലോ. ഒരു പടം കണ്ടു, പിന്നെ ഉടനെ തട്ടിയപ്പോ അടുത്തത്, അതും കണ്ടിട്ടും തൃപ്തി, അടുത്തത്. കണ്ണുമായിട്ട് നിയമം ചെയ്തോണം. മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ച്, മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ച്, മക്കൾ കൂരോ നിൻ വഴിയിൽ എന്നെ നടത്തണമേ. മക്കൾ കൂരോ നിൻ വഴിയിൽ എന്നെ നടത്തണമേ. ഇന്നത്തെ എൻ ക്രിയകളും മനോഭാവങ്ങളെല്ലാം, ഇന്നത്തെ എൻ ക്രിയകളും മനോഭാവങ്ങൾ. സമയം പോയതുകൊണ്ട് പാടുന്നില്ല. നമ്മുടെ വാക്കും മനോഭാവവും ക്രിയകളും കണ്ണും കാതുമെല്ലാം ദൈവനാമത്തിന് മഹത്വമായിരിക്കണം. ഇനി വായിച്ചേ. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ, ദ്രവ്യാഗ്രഹത്തിൽ നല്ല അഭ്യാസമാണ്. അങ്ങനെയുള്ളവരുണ്ട്. നല്ല അഭ്യാസമുള്ളവരുണ്ട്. അയ്യോ എന്തോ അഭ്യാസമാണെന്നറിയാം. അഭ്യാസമൊക്കെ ഒറ്റ ദിവസം കൊണ്ടല്ലല്ലോ പഠിക്കുന്നതാണോ? ചില കൊമ്പുകാരെയൊക്കെ വിളിച്ചു വരുത്തി അഭ്യാസമേ. ഇതിനകത്ത് ദ്രവ്യാഗ്രഹത്തിന്റെ അഭ്യാസമുണ്ട്. ആൻഡമാൻസിൽ സുനാമി രൂക്ഷമായി. ആ അഭ്യാസത്തിൽ മുണ്ടക്കയത്ത് 5 ഏക്കർ റബ്ബർ തോട്ടം എഴുതിച്ചു. നല്ല അഭ്യാസമല്ലേ? മുണ്ടക്കയം ആൻഡമാൻസിലാണോ? സുനാമി അടിച്ചത്, രൂക്ഷമായിട്ട് അടിച്ചത് ആൻഡമാൻസിൽ. 10 എഴുതിയത് നല്ല അഭ്യാസമാണ്. ഒരാളൊരിക്കൽ വിദേശത്ത് എന്ന് പറഞ്ഞ് ഞാൻ പാവം പിടിച്ച പെണ്ണുങ്ങളെ എല്ലാം കൂടെ സംരക്ഷിക്കുന്നുണ്ടെന്ന് കൊച്ചുങ്ങൾ. എത്ര പേരുണ്ട്? 7 പേരുണ്ട്. ചോദിച്ചപ്പോൾ സത്യമാണ്. 1 ഭാര്യ, 2 ഭാര്യയുടെ അനിയത്തി, 3 ഭാര്യയുടെ അമ്മ, അപ്പം തന്നെ അവരുടെ അനിയത്തി, അപ്പം 4, 2 പെൺപിള്ളേർ, 4ഉം 2ഉം 6. അടുക്കള ജോലി ചെയ്യുന്നൊരു സഹോദരി. ഒത്തല്ലോ 7. നല്ല അഭ്യാസമാണ്. ആണെന്ന് ഞങ്ങളുടെ പാപ്പച്ചാൻ പറയും. ചില തീർത്ത് കാര്യം പറയത്തില്ലോ. 4ഉം 3ഉം 8 എന്നാൽ 4ഉം 3ഉം 6 7 അയാൾ പറയുകയില്ല.
4 3 8 4 3 6 എന്നാ 7 ഇയാള്. അങ്ങനെയുള്ള ഒത്തിരി വിദ്വാന്മാരുണ്ട്, നല്ല അഭ്യാസമാണ്. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. നമ്മൾ വലിയ വലിയ കൺവെൻഷനിൽ തന്നെ സ്റ്റേജിൽ നിൽക്കുന്നവർ പറയില്ലേ, നിങ്ങൾ സ്വോത്ര കാഴ്ചക്ക് ഇട്. ഇവിടുത്തെ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു കേട്ടോ. ഇവർ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊക്കെ വലിയടുത്ത് താ ഒറ്റ ഒരുത്തം കോടിക്കണക്കിനുള്ളവനാ അവൻ. പിന്നെ ഇരുന്ന് പിടി അഭ്യാസം തന്നാട്ടെ, മുടുത്തതെടുത്ത് ഇങ്ങോട്ടിട്ട എന്ന് വെച്ചാൽ നീയൊക്കെ എങ്ങനെയും തെണ്ടിപ്പോക്കോളാൻ ഉണ്ടോ? എന്നാൽ ഈ സാത്രകാഴ്ച കൺവെൻഷനൊക്കെ വലിയ കൺവെൻഷൻ നടത്തപ്പോൾ കുറഞ്ഞ പക്ഷം വരുന്നവർക്ക് ഒരു കാപ്പിയേലും കൊടുക്ക്. മുഴുവൻ പിരിച്ചു മേടിക്കുകയല്ലേ സ്വോത്ര കാഴ്ച. ഭൂലാൻ ദേവിയെ പോലെ തോക്ക് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എടുക്കടാ. ഈ മേടിക്കാൻ പഠിച്ചാൽ പോരെ, ഒക്കെ പഠിക്കണം. ഞാൻ നല്ല പ്രാഗൽഭ്യത്തോടാ പ്രസംഗിക്കുന്നത്, എന്നോട് ഇടപെടുന്നവർക്ക് അറിയാം. അതുകൊണ്ട് നല്ല പ്രാഗൽഭ്യമുണ്ട് പറയാൻ. ദൈവത്തിന് മഹത്വം. ഇത് അഭ്യാസം ഒന്നും ഇറക്കരുതെന്നായി പറഞ്ഞത്. എന്തെങ്കിലും കൊടുത്താൽ നന്നായിട്ട് കൊടുക്കണം. ചെല്ലു പറയുന്നില്ല പാസ്റ്ററെ വീട്ടു പ്രാർത്ഥനയ്ക്ക് ഭക്ഷണം ഒന്നും കൊടുക്കാൻ. മെയിൻ ആളാ പറയുന്നത്, കാരണം ഇവന് കൊടുക്കാൻ കഴിയത്തില്ല. അതിനാ ഈ പൊന്നുമോൻ ഞാൻ അങ്ങനെ ഇപ്പൊ പറയുന്നുള്ളൂ. പാസ്റ്റർ പറയണം വീട്ടു പ്രാർത്ഥനയ്ക്ക് ഒരു ചായ എന്ന് പറഞ്ഞാൽ തീവണ്ടി അതില്ല ചായ ഉണ്ട്. ബോംബെക്ക് ചായ എടാ വല്ലവൻ്റെ മേടിച്ച് ഒന്നും പറയുന്നില്ല. കൊടുക്കാനൂടെ പഠിക്കണം. കൊടുക്കുന്നെങ്കിൽ നല്ലതുപോലെ കൊടുക്കണം. മനസ്സിലാകുന്നുണ്ട്. ചില പറഞ്ഞ ഇല്ലെന്ന്. നീ കൊടുക്കാൻ എങ്ങനെ ഉണ്ടാകും? മക്കതോന്യ സഭയുടെ കൃപ എന്നാന്നറിയാമോ? കഷ്ടത എന്ന കഠിന ശോധനയ്ക്കകത്തൂടെ പോകുക, എന്നിട്ടും ഔദാര്യം കാണിക്കുക. എല്ലാം തികഞ്ഞിട്ടൊന്നും കൊടുക്കാൻ ഒക്കത്തില്ല, എല്ലാം സെറ്റ് ചെയ്തിട്ട് കൊടുക്കാനും ഒക്കത്തില്ല. നിന്റെ ഉള്ള അനുഭവത്തിൽ നീ കൊടുത്തേ. പ്രവാചകൻ ചെന്നപ്പോൾ ഒരു തള്ള വിറക് പറക്കുക. വിറക് പറക്കുക എന്നാ ചാകാൻ പോവുക. എങ്ങനെ? ഇച്ചിരി മാവ് ഉണ്ട്, ഇച്ചിരി എണ്ണ ഉണ്ട്, ഇതുകൊണ്ട് കത്തിച്ച് വെച്ച് ഒന്ന് പ്രവാചകൻ പറയാം എന്നാ ആദ്യം ഉണ്ടാക്കി എനിക്കിതാ. അയ്യോ, പണ്ടൊരാൾ പറഞ്ഞാൽ ഇലനക്ക് നായുടെ കിറുനക്ക് നായെന്ന്. ഒരു നായ ഇല നക്കിക്കൊണ്ടിരിക്കുക, ഇലക്കകത്തൊന്നുമില്ലല്ലോ. അന്നേരം ആ നക്കിയേച്ച് പോയപ്പോൾ ആ നായുടെ കിറി വേറൊരു നാ നക്കി. അതാ ഇലനക്ക് നായുടെ കിറുനക്ക് നാ. പ്രവാചകൻ പറഞ്ഞത് എനിക്കൊന്ന് താ. ഏതായാലും അവളും ചിന്തിച്ച് ഏതായാലും ചാകാൻ പോവാ. എന്നാ പിന്നെ ഇങ്ങേർക്ക് കൊടുത്തേച്ച് അവിടെ മനസ്സാ കൊടുത്തേച്ച് ചാകാം. ആ മനസ്സാ ഞാൻ പറഞ്ഞത്. കൊടുത്തേച്ച് ഏതായാലും ഞങ്ങൾ ചാകാൻ പോവാ. എന്നാ ഉപദേശിക്ക് കൊടുത്തേച്ച് അങ്ങ് ഉപദേശിച്ച് കിടക്കണ്ട ദൈവനാമത്തിൽ ദൈവത്തിന്. പക്ഷെ അവൾ ചത്തില്ല. ദൈവത്തിന് മഹത്വം. അറിയാവുന്ന പാട്ടല്ലേ? ക്ഷാമമേറ്റു സാരാപാത്തിൽ സഹിച്ചിടിലും മരിക്കുവാനൊരുക്കമായി ഇരുന്നിടിലും. ക്ഷാമമേറ്റു സാരാപാത്തിൽ ചേർന്ന് പാടും. ഓ മരിക്കുവാനൊരുക്കമായി ഇരുന്നിടിലോ. ഉറയുന്നില്ല എന്റെ കലശത്തിലെന്ന സമയം കൊണ്ട് നിർത്താം. അതുകൊണ്ട് എന്റെ പ്രിയരെ ആർക്കും ശാപമുണ്ടാകരുത്. ഇവിടെ വന്നിരിക്കുന്ന ആർക്കും ശാപമുണ്ടാകരുത്. എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹം പ്രാപിച്ചു വേണം തിരിച്ചു പോകാം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ.
നീ യേശുവിനെ സ്നേഹിക്കണം. നിനക്ക് വേണ്ടി ജീവനെ തന്ന്, നിനക്ക് വേണ്ടി രക്തം ചിന്തി, നിനക്ക് പകരം മരിച്ച ഞാനും നീ നീതീകരിക്കപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ, രക്ഷപ്പെടുവാൻ, വിടുതല പ്രാപിക്കുവാൻ നമുക്ക് വേണ്ടി മരിച്ച നസറേയനാകുന്ന യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്ത് ഇന്നും ജീവിക്കുന്നു, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവനാ. എന്നിട്ട് പറയാ നമ്മുടെ കർത്താവ് വരുന്നു. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് നമ്മുടെ സമാപന യോഗമല്ലേ, അതുകൊണ്ട് ഇതിലൂടെ പറഞ്ഞങ്ങ് നിർത്താം. കർത്താവ് വരുന്നു, യേശു വീണ്ടും വരുന്നു. എല്ലാവർക്കും അറിവുള്ള വാക്യമാ, പറഞ്ഞങ്ങ് വിട്ടേക്ക്. എല്ലാവർക്കും അറിവാ ദൈവത്തിന് എന്തിനാ യേശു വരുന്നത്. 9:28 പ്രായർ പെട്ടെന്ന് വായിച്ചോ മോള്. 9:28 ചടികടാന്ന് വായിര്. യേശു എന്തിനാണ് വരുന്നത്? മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അങ്ങനെ തന്നെ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും യേശു ക്രിസ്തു വരുന്നു. എന്തിനു വരുന്നു? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുവീൻ, രക്ഷിക്കപ്പെടും പ്രകാരം എന്ന് പറഞ്ഞ രക്ഷ പൂർത്തീകരിക്കുന്നത് യേശുവിന്റെ വീണ്ടും വരവിലാണ്. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു വീണ്ടും വരും. വീണ്ടും വരുമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വന്നല്ലോ. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. അതാ 9:26 ആദ്യത്തെ വരവ്. എന്തിന്? 9:26 പെട്ടെന്ന് ചടികടാന്ന് വായിര്. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അതാണ് ആദ്യത്തെ പ്രത്യക്ഷത. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. അത് വരുത്തി എങ്ങനെ സ്വായത്തമാക്കാം? നീ വിശ്വസിച്ച് ഏറ്റു പറയുമ്പോ. അങ്ങനെ ഏറ്റു പറയുന്ന ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, അവരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതാണ് 9:28 ഒന്നുകൂടെ വായിച്ചോ. അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത്. അപ്പൊ എന്തിനു വരുന്നു? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക്. കാത്തു നിൽക്കുന്നവരെ കണ്ടാൽ അറിയാം, ഇല്ലേ? കാത്തു നിൽക്കുന്നവരെ കണ്ടാൽ അറിയാം. റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി നിന്നിട്ടുള്ളവർക്ക് അറിയാം. ട്രെയിൻ വരുന്നത് കാത്തു നിൽക്കുന്നവരെ കണ്ടാൽ അറിയാം. ഹോൺ അടിക്കുമ്പോൾ നോക്കും. ചുമന്ന ലൈറ്റ് തെളിഞ്ഞ ഉടനെ വണ്ടി അടുത്തോട്ട് വരുമ്പോൾ മാറി നിൽക്കും. എല്ലാം അങ്ങോട്ട് കയറിച്ചില്ലാന്നോ മാറി നിൽക്കും. ബോഗി നോക്കും. S1, S2, S3, A1. എടാ, കാത്തിരിക്കുന്നവനെ കണ്ടാൽ അറിയാം. ധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി. വഴിയൊരുക്കും നിസങ്ങൾ, ഭൂവിൽ വഴിയൊരുക്കും നിസങ്ങൾ. രാഷ്ട്രീയ മത്സരത്തിൽ മധ്യത്തിലവർ ദൈവം. രാഷ്ട്രീയ മത്സരത്തിൽ മധ്യത്തിലവർ ദൈവ രാജ്യത്തെ മറന്നിടുന്നു. സ്വർഗരാജ്യത്തെ മറന്നിടുന്നു. എൻ പ്രിയനേ, എന്തിന് താമസമോ? എന്നുള്ളതിൽ ആശ നിൻ മുഖം. എന്നുള്ളതിൽ ആശ നിൻ. അപ്പൊ കാത്തു നിൽക്കുന്നവരെ കണ്ടാൽ അറിയാം. ഈ ലോകത്തിൽ കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരെ കണ്ടാൽ അറിയാം. പറയൊന്നും വേണ്ട, വിളിച്ചു പോവൊന്നും വേണ്ട, കാണുമ്പോൾ അറിയാം. അവിടുത്തെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ, നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ്. അത് എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുന്നവരെ കണ്ടാൽ അറിയാം. എന്തിനാ? വരവ് നോക്കി നിൽക്കുക, വരവ് നോക്കി. ഞാൻ അധികം വിവരിക്കുന്നില്ല, നിർത്തുക. ദൈവത്തിന്റെ മഹത്വം. എന്തിനാ യേശു വീണ്ടും വരുന്നെന്നറിയാമോ? മരണത്തെ നീക്കാൻ. കൊരിന്ത്യലേഖനം 15-ാം അധ്യായത്തിന്റെ 25 മുതൽ വായിച്ചേ മോളെ, പെട്ടെന്ന് വായിച്ചോ. 20 മുതൽ വായിച്ചോ. കൊരിന്ത്യലേഖനം 15:20 മുതൽ പെട്ടെന്ന്. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. അടുത്തത് ഓടിച്ചു വായില്ലേ. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ
സാധാരണ നിരയിലത്രേ. ആദിഫലം ക്രിസ്തു, ആദിഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ആ ഭാഗം പഠിക്കുമ്പോൾ എന്തിനാണ് യേശു ക്രിസ്തു വീണ്ടും വരുന്നത്? കർത്താവ് വരുന്നെന്ന എന്തിനു വരുന്നു? അവൻ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്കായിട്ട് വരുന്നു. 2, മരണത്തെ നീക്കുവാൻ വരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മരണം പ്രവേശിച്ചു. ഏകന്റെ ലംഘനത്താൽ, ഏകന്റെ അനുസരണക്കേടിനാൽ ആ മരണത്തെ നീക്കുമ്പോൾ ഒടുക്കത്തെ ആലാം വീണ്ടും വരുന്നു. എന്തിന്? മരണത്തെ നീക്കുവാൻ. എപ്പോൾ വരും? വാക്യങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. നനയാത്ത നാഴികയില്ല. എപ്പോ വരും? നനയാത്ത സമയത്ത്. വാക്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, മനപാഠമല്ലേ, പറയണ്ടല്ലോ. ചില വലിയ വലിയ വിദ്വാന്മാര് പറയാനുണ്ട്, സദ്ദാം ഹുസൈൻ യുദ്ധം വന്ന് പറഞ്ഞു വരാൻ പോവാൻ, അയാളും ചത്തു, പറഞ്ഞവനും ചത്തു. ഈ പൊട്ടത്തരമൊക്കെ വിളിച്ച് പറയാമോ? കർത്താവ് തന്നെ പറഞ്ഞതൊക്കെ അവിടുത്തെ നിർണയത്തിലാണ്. അന്നേരം ഇവിടെ കുറെ വലിയ പണ്ഡിത ശിരോമണിമാര് താറും മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. ആ നിപ്പും പടുതിയും വകുപ്പൊക്കെ കാണും. വേറെ ചില പൊട്ടന്മാര് പറയുന്നത് ആരാ? മറ്റേ പുള്ളിയാണ് അന്ത്യക്രിസ്തു എന്ന് ഞാൻ പറയുന്നില്ല. നിന്നോട് പറഞ്ഞേച്ചാന്നോ എന്ന് പറഞ്ഞാൽ രാത്രി യേശു എന്ന് പറഞ്ഞ ബേക്കുട്ടി പുള്ളിയാ കേട്ടോ. പിന്നെ ഇയാൾ പിറ്റേന്ന് സ്റ്റേജിൽ കയറി മറ്റവനാണ്. അവർ തേമ്പാത്തത് ഭാഗ്യമെന്ന് കരുത്. ഇതൊന്നും നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല. എന്ന് വരുമെന്നും കൂടാരപ്പള്ളി തൊമ്മൻ പണ്ട് പറഞ്ഞു വരുന്നെന്ന്. എല്ലാം കൂടെ കാത്തിരുന്നു. തൊമ്മൻ്റെ വെളിപ്പാട്. തൊമ്മൻ വെളിവുകാടായിരുന്നു. പാവം പിടിച്ച വിദ്വാൻ കുട്ടിച്ചനെയും വെട്ടിനകത്താക്കി. എല്ലാവരും പോയി കാത്തിരുന്നു. പഴമക്കാർ പറഞ്ഞുള്ളവർ മിന്നെല്ലാം കൂടെ, പെണ്ണുങ്ങൾ മിന്നെല്ലാം കൂടെ പറിച്ചു കൊടുത്ത് 3 മിന്നുണ്ടായിരുന്നെന്ന്. അത് തള്ള അടിച്ചോണ്ട് പോയി. ഇതെല്ലാം കൂടെ അവിടെ നോക്കിയിരുന്ന ആളായി. എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നറിയാമോ? ഇപ്പം 1000 ആണ്ട് വാഴ്ച എന്നും പറഞ്ഞ് കിടക്കുക ചിലര്. അന്നേരം ഞങ്ങളുടെ ഒരു ആചാരം പറഞ്ഞു ഒറ്റ അടി കൊടുക്കണമെന്ന്. അയ്യോ, 1000 ആണ്ട് വാഴ്ചയല്ല. 1000 ആണ്ട് വാഴ്ച തമ്മിൽ തന്നെ ഉണ്ടോ? മനസ്സിലായി? പിന്നെ മനസ്സിലായിക്കോളും. എപ്പോ വരുമെന്ന് ചോദിച്ചാൽ നനയാത്ത നാഴികയിൽ. ഒരുത്തരോടും പറഞ്ഞില്ല. സ്തോത്രം. ലക്ഷണമുണ്ട് കേട്ടോ, ലക്ഷണമുണ്ട്. ഒരു കാര്യം പറഞ്ഞെങ്കിൽ നിർത്താം, അതിനെ ഇപ്പോൾ ഒക്കുള്ളൂ. ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താം. കർത്താവ് മേഘപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷതയുണ്ട്. രണ്ടും കൂടെ ചേർത്ത് ഞാൻ ഒറ്റ വാക്ക് പറയാം. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നോഹയുടെ കാലം പോലെ വിറ്റും നട്ടും തിന്നും കുടിച്ചും. നിങ്ങൾ നോക്കിയപ്പോൾ മുഴുവൻ അതല്ലേ വിഷയം. വിറ്റും നട്ടും, വീട് വെക്കുക വിൽക്കുക, വീട് വെക്കുക വിൽക്കുക. പാസ്റ്റർമാർ തന്നെ ഒന്ന് വെച്ചു, ഒന്ന് അത് വിറ്റു, അതിന് ചില ലാഭം കിട്ടി, ഒന്ന് അടുത്തത് വെച്ചു, അത് വെച്ചു, ഒന്ന് വിറ്റും നട്ട്. ഇപ്പം അങ്ങനെയാണല്ലോ, നടിയിലാണല്ലോ. തിന്നും. കല്യാണത്തിനൊക്കെ ചെന്ന് അയ്യോ എന്തോ ആർഭാടമാ കല്യാണത്തിന്. എന്തിക്കോസാന്നല്ലേ ഇപ്പം കൂടുതലും കുഴയെന്ന്. എന്തോ ദൂർത്തടിയാ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മാണിച്ചൻ്റെ മകൻ്റെ കല്യാണത്തിന് പോയി. ഇവിടെ ഉറവയ്ക്കല് കല്യാണം. എവിടെ വെച്ചാൽ ഇവിടെ നമ്മുടെ വടവാതൂര്. ഞാൻ മാണിച്ചനെ വിളിച്ച് പറഞ്ഞു, മാണിച്ച ഭക്ഷണം കൊടുത്ത് വളരെ നന്നായിരുന്നു, മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. എന്തുമായിരുന്നു? ചിക്കൻ ബിരിയാണി. അത് വേണ്ടാത്തവർക്ക് ന്യായമായൊരു ഊണും. മറ്റേ ഒരു പത്രാസുമില്ലായിരുന്നു. ഇനി എനിക്ക് കിട്ടാത്തതാണോ എന്നറിയത്തില്ല. അല്ല, അത്ര ഉള്ളായിരുന്നു. അതേ ഉള്ളായിരുന്നു. ഞാൻ മാണിച്ചനെ വിളിച്ച് പറഞ്ഞു, മതി, വരുന്നവർക്ക് വിശപ്പടങ്ങാൻ യോഗ്യമായി മാന്യമായിട്ട് വളരെ നല്ലതായിരുന്നു. ഇത് ചിലയിടത്തൊക്കെ ചെന്നേ എന്ത് ഭക്ഷണമാ വെറുതെ കളയുന്നതെന്നറിയാമോ? 6 പേര് 8 പേര് ഇരിക്കേണ്ട സീറ്റിൽ 4 പേര് അമ്മയും മക്കളും കൂടെ കയറിപ്പോൾ അമ്മയിരിക്കും. കൊച്ചങ്ങൾ ഇതെടുത്ത് അത് പിടിച്ച് ആളിച്ച് കുഴച്ച് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അങ്ങ് ആർത്തിപ്പണ്ടാരമെല്ലാം കൂടെ കയറി ഇവനെല്ലാം എലി പുന്നല് കണ്ടതുപോലെ എങ്ങാണ്ടെല്ലാം കടന്ന് ഇതുപോലെ കുറെ. ഞാൻ തമാശ പറഞ്ഞതല്ല. ഒരു ചോറ് കളഞ്ഞാൽ നീ കണക്ക് പറയേണ്ടി വരും. ഞാനൊരു ചോറ് കളയത്തില്ലേ? അതിനൊരു സംഭവമുണ്ട്, അത് പറയാം. എൻ്റെ അമ്മയുടെ അമ്മ കുഞ്ഞുനാൾ എൻ്റെ പെങ്ങൾ വന്നിട്ടുണ്ട്, ഇളയത്. അവൾ അന്നില്ല.
ഞാൻ കുഞ്ഞാ വല്യമ്മച്ചി അടുക്കള പെരുമാറുന്നേ, അമ്മയുടെ അമ്മ, ഞങ്ങൾ കഞ്ഞിയമ്മ എന്നാണ് വിളിക്കുന്നത്. വലിയ മിടുക്കിയാണ്. അതിൻ്റെ ഒരു ഇച്ചിരി മിടുക്ക് എനിക്ക് ഉണ്ടെന്ന് പറയുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ 5 വയസ്സുണ്ടായിരിക്കും. അപ്പം ചോറ് വിളമ്പി, അമ്മയാ വല്യമ്മച്ചിയാണ് ചോറ് വിളമ്പി തന്നു. ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അത് കഴിച്ചു, കൊച്ചല്ലേ. കഴിച്ചപ്പോൾ ഈ പ്ലേറ്റിൻ്റെ സൈഡിലെല്ലാം ചോറ്, അന്ന് ചാണകം വിട്ട് മെഴുകിയ തറയാണ്, കൊരണ്ടിയിലായിരിക്കുന്നത്. കൊരണ്ടിയിലിരുന്നുകൊണ്ട് പ്ലേറ്റ് ഒരു കൂട്ടാനേ ഉള്ളു. അന്നൊക്കെ അങ്ങനെ ഇപ്പം എത്ര അങ്ങോട്ട് കൊടുത്താലും കൊച്ചുങ്ങൾക്കൊന്നും അങ്ങോട്ട് ഇതന്നെ ചിക്കൻ നോ, ഒറ്റ കുത്തിന് വേണ്ട. അതന്നെ അവിയൽ എന്നുവെച്ചാൽ പിന്നെ അവസാനം കണ്ണും കടയും കാണാതെ കിടന്ന് തപ്പാനാ. ഇതന്നെ മെഴുക്ക് വരട്ടി. അന്ന് ഒരു കൂട്ടാനേ ഉള്ളൂ, ചോറ്. അപ്പം ചോറ് കഴിച്ചപ്പം ഈ പാത്രത്തിൻ്റെ ചുറ്റും കുറച്ച് ചോറൊക്കെ വീണു. അപ്പം അത് ശ്രദ്ധിച്ചില്ല. ഈ പ്ലേറ്റിൽ തീർന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, കഞ്ഞിയമ്മ ഇച്ചിരി ചോറ്. ഇത് കണ്ടുകൊണ്ടിരിക്കുക. പ്ലേറ്റ് പൊക്കിക്കേ. പ്ലേറ്റ് പൊക്കി. അപ്പം ചുറ്റും ആ ചോറെല്ലാം തിന്ന് കഴിയുമ്പം വേറെ ചോറ് തരാം. തള്ള തരത്തുമില്ല. അല്ല ചുമ്മാ കരഞ്ഞ ഉടനെ മൂങ്ങിയ ഉടനെ നല്ല ശരിയായി. പ്ലേറ്റ് പ്ലേറ്റ് പൊക്കി. ചുറ്റും കിടക്കുന്ന ചോറ് തിന്ന് കഴിയുമ്പോൾ ചോറ്, കലത്ത് ചോറുണ്ട്, ചട്ടി കറിയുണ്ട്, തരാം. തീറ്റിച്ചു. അത് കഴിഞ്ഞ് തന്നു. അന്ന് പഠിച്ചതാ, ഇന്ന് വരെ കളയത്തിൽ. ഇതൊക്കെ വീട്ടിലാ പഠിക്കുന്നത്. CMS കോളേജിൽ കിട്ടുന്നതല്ല, ഇവാനിയോസിൽ കിട്ടുന്നതുമല്ല, മാർ ഇവാനിയോസ്. കേംബ്രിഡ്ജിൽ കിട്ടുന്നതല്ല, ഓക്സ്ഫോർഡിൽ ചെന്ന് പഠിക്കുന്നതല്ല. ഇത് അവനവൻ്റെ വീട്ടിൽ പഠിക്കുന്നതാണ്. വീട്ടിലെ പഠിത്തമല്ലേ ഏറ്റവും വലിയ പഠിത്തം. ഏറ്റവും നല്ല പഠിത്തം, വിലയേറിയ പഠിത്തം വീട്ടിലെയാ. ഞാനങ്ങ് നിർത്തുക അല്ല, ഞാനങ്ങ് അടങ്ങുക. അതുകൊണ്ട് നിർത്താനൊന്നും തോന്നുന്നില്ല, നിർത്തുക. ദൈവത്തിന് മഹത്വം. ഒരു ചോറ് കളഞ്ഞാൽ നീ ഞാനും കണക്ക് കൊടുക്കണം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ അനാഥശാലകളിലും മറ്റിടങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ കരഞ്ഞ് നിലവിളിക്കുക. നമ്മളിവിടെ സുഖമായി കഴിക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങളിരുന്ന് കരയുക. നാളത്തെ ആഹാരം, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അവർ കരയുക. ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരും. അന്നേരം ഈ കല്യാണത്തിന് പോയി പെന്തിക്കോസുകാര് ഇതുപോലെ പക്ഷെ നീ എല്ലാം മുടിഞ്ഞു മുണ്ടക്കോല് തല്ലിയില്ലെങ്കിൽ അതിനെ പറഞ്ഞെന്നാ ഈ തോന്നിയവാസം കാണിക്കുന്ന നീയും നിന്റെ സന്തതിയും. നിങ്ങളിപ്പോൾ ചിന്തിക്കുക, ദൈവമേ നല്ലൊരു യോഗമായിരുന്നു, അയാൾ അവസാനം പ്രാഗി നിങ്ങളെ അല്ല പ്രാഗിയത്, ഈ വിധത്തിൽ കാട്ടായം കാണിക്കുന്നവനെയാ പ്രാകുന്നത്. നീ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ തന്നെയാ പ്രാഗിയത്. അതിനൊരു തർക്കവുമില്ല. ഒരു ചോറ് കളയരുത്. വിശക്കുന്ന 100 കണക്കിന് 1000 ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് പെന്തിക്കോസുകാരോട് പറയും, ഒത്തിരി ആർഭാടവും ദൂർത്തടി പാടില്ല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അവയെ വിറ്റും നട്ടും തിന്നും കൂടിച്ചും, അയ്യോ മുഴുവൻ അങ്ങ് തിന്നുകൂടി. എത്ര കഴിച്ചിട്ടൊന്ന് കല്യാണം, എത്ര സൈസ് ജ്യൂസാ ഇവൻ്റെ എല്ലാം പത്രാസം കാണിക്കാനാ. ചില തള്ളമാർ നിന്ന് അന്ന് വെള്ളം കുടിക്കും പോലെ, അന്ന് കാടി കുടിക്കും പോലെ അങ്ങ് കുടിക്കുക. നിന്ന് എല്ലാത്തിനും ദീനോവാ. ഇതെന്നതാ ഓറഞ്ച്, ഇതെന്നതാ അത് ആപ്പിള്, ഇതെന്നതാ അത് പൈനാപ്പിൾ, ഇതെന്നതാ അത് മിക്സഡ് ജ്യൂസ്. ഓരോ ഓസ് കൂടെ അങ്ങിടണം വായിക്കകത്ത്. എവിടെന്നേലും അവരുടെ ടാങ്കിനകത്ത് നിന്നൊരു ഓസ് ഇങ്ങനെ ചുമ്മാ കിട്ടുന്നത് ഇങ്ങനെ പരവീടെ അടിച്ചേ. എനിക്കതൊക്കെ കാണുന്ന സങ്കടമാണ്. നിങ്ങൾ എങ്ങനെ വിചാരിച്ചാലും ആയിരക്കണക്കിന് എത്രയോ പേര് ഇപ്പോൾ അധികം കാണുന്നില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഹോട്ടലിൽ നിന്നൊക്കെ ഇല ഇടുമ്പം അവിടെ വന്ന് നിൽക്കും ആ ഇല എടുക്കാൻ. അറിയാമോ, ഞാനും ദുഃഖമൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് ചെറുപ്പത്തിലേ. ചില ദിവസമൊക്കെ 4 മണി വിട്ട് വന്നാവും. നിങ്ങളൊക്കെ അങ്ങനെ
കളയരുത്. കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. ഞാൻ ഞങ്ങളുടെ വീട്ടിലെ അതൊക്കെ ഞാൻ ചെയ്യും. ചുമ്മാ അങ്ങോട്ടൊന്ന് വന്ന് നോക്ക്. ഞങ്ങളുടെ ശാന്തമാമ ഇരിക്കും, എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ എനിക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ട്, പിള്ളേരും ഉണ്ട്, ഇവിടെ ഉണ്ട്. ഞങ്ങൾ എൻ്റെ ഡ്യൂട്ടി അത് പറയാം, അതുകൂടെ കേട്ടേച്ച് പോന്നി. 8, 10, 18 പേര് ഞങ്ങളുടെ വീട്ടിലുണ്ട് ഓരോരോ. സാമിനറിയാം, ഇടയ്ക്കൊക്കെ വരുന്നത് ഇവിടെ പലർക്കും അറിയാം. രാവിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഞാൻ ഡ്യൂട്ടി ഇടും. ഇന്ന് ഇന്നതേ ഉണ്ടാക്കാവൂ, ഇന്ന് ഇന്നത് ചെയ്യണം. ചിലപ്പോൾ അതൊക്കെ ശീലിക്കണം. വയറ് നിറച്ച് കഴിച്ചോണം, വിശക്കരുത്, പക്ഷെ കളയരുത്. കളയരുത്. ഒരു ചോറിന് വിലയുള്ളതാ. വിറ്റും നട്ടും തിന്നും കുടിച്ചും ഇങ്ങനെ അർമാദിച്ച് പൊളക്കിയാന്ന വേറെ പുസ്തകത്തിലെ ഭാഷ. എന്തുവാ? തീയും പൊളപ്പ്. എകസ്കേലിൽ എങ്ങനെ കണ്ടമാനം തീറ്റ ചെല്ലുമ്പോൾ കുത്തലുണ്ടാക്കും. ഞങ്ങളുടെ നാട്ടിൽ തീയും കുത്തലെന്നൊക്കെ പറയും. അല്ലെ ഇവിടെയൊക്കെ പറയും എല്ലിനിടെ കയറിയതാ. കോട്ടയം കുറച്ചുകൂടെ അക്ഷരനഗരി അല്ലേ, അതുകൊണ്ട് അങ്ങനെ പറയാം. എല്ലിനിടെ കയറി. ഞങ്ങളുടെ അവിടെ അങ്ങനെ തീയും കുത്തലെന്ന് പറയും. അല്ലെ തീറ്റിക്കുത്തല്. കണ്ടമാനം ചെല്ലുമ്പോൾ ഉണ്ടാകുമെന്ന്. അതെല്ലാം മാറ്റണം. യേശുവിന്റെ വരവിന്റെ ലക്ഷണമായതല്ല. ആമേൻ. അതുകൊണ്ട് വിറ്റും നട്ടും തിന്നും കുടിച്ചും ഒന്നും അറിയാത്തവരെ പോലെ പോകരുത്. യേശു വീണ്ടും വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരികയാ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ബാക്കി ഒന്നും പ്രസംഗിക്കുന്നില്ല. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് ഒരു പടയ പാട്ടിന്റെ 2 ചരണങ്ങൾ സ്റ്റേജിൽ നിൽക്കുന്നവർ എഴുന്നേറ്റോ. നിങ്ങൾ എഴുന്നേക്ക്, പാട്ടുകാരന്മാർ നിങ്ങളെല്ലാം അവിടെ ഇരുന്നു. അത്യാവശ്യം പോകേണ്ടവർ എഴുന്നേറ്റ് പൊക്കോ. അപ്പോൾ എനിക്കൊന്ന് കാണുകയും ചെയ്യാം ആരാ പോകുന്നെന്ന്. അപ്പം നിങ്ങൾ അത്യാവശ്യം പോകേണ്ടവർ പൊക്കോ, അല്ലാത്തവരൊന്നും ഇരിക്കേ. നിങ്ങൾ പാട്, നമുക്ക് ചേർന്ന് നിങ്ങൾ സ്റ്റേജായിരിക്കല്ലേ, എഴുന്നേക്ക് ഒക്കുന്നെങ്കിൽ. കേട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങച്ചാനൊക്കെ വയ്യെങ്കിൽ ഇരുന്നു. വരുമേ തിരുവായി മൊഴിഞ്ഞപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗമാക്കി മയിലെടുപ്പാൻ കൊണ്ടുപിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിൽ